കല്യാണം ആരോഗ്യം ധനസമ്പദ ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതിർപരബ്രഹ്മ ദീപജ്യോതിർ സനാതന ദീപജ്യോതിർപരബ്രഹ്മ ദീപജ്യോതിർ സനാതന ദീപോ ഹരതു മേ പാപം സന്ധ്യാദീപ നമോസ്തുതേ ഓ ദീപ ബ്രഹ്മരൂപസ്ത്വം ജ്യോതിഷാം പ്രഭുരവ്യയഃ ഓ ദീപ ബ്രഹ്മരൂപസ്ത്വം ജ്യോതിഷാം പ്രഭുരവ്യയഃ ആരോഗ്യം ദേഹി പുത്രാക്ഷ മതിസ്വച്ഛാമ്യതേ സദാ ദ്രവേരസ്തം സമാരഭ്യ യാവത് സൂര്യോദയോ ഭവേത് ദ്രവേരസ്തം സമാരഭ്യ യാവത് സൂര്യോദയോ ഭവേത് യസ്യ ദൃഷ്ടിഗൃഹദീപ തസ്യ നാസ്തി ദരിദ്രത ശുഭം ഗുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദ ശുഭം ഗുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദ. ഞാൻ നായർ സമുദായ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായക്കാർക്ക് ക്ഷോഭകരമായി യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. ഈ സംഘോദ്ദേശ്യങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശ സാധ്യത്തിന് വേണ്ട ന്യായമായ ജീവിച്ചു കൊള്ളാം. സത്യം പ്രതിജ്ഞ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഇരിക്കാം. നന്ദി. എത്രയും പ്രിയപ്പെട്ട NSS പൻവേൽ കുടുംബാംഗങ്ങളെ, സ്നേഹനിധികളായ
സഹോദരങ്ങള്, നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ, കേരളത്തിൽ നിന്നും നമ്മൾ ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ എത്തിയ ശ്രീമാൻ ദീപക് അവർ, എല്ലാവർക്കും ആദ്യമായി ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. പ്രധാനമായിട്ടും ഇവിടെ അധികം സമയം ഞാൻ ചെലവഴിക്കുന്നില്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാ കരയോഗങ്ങളിലും പരസ്പരം സംവദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മിക്കവാറും ഒക്കെ നമ്മൾ കരയോഗത്തിൽ സംസാരിക്കാറുള്ളതാണ്. എങ്കിലും വളരെ ചുരുക്കത്തിൽ 2 കാര്യങ്ങൾ. NSS പനവേലിന്റെ മെമ്പർഷിപ്പിന്റെ ഞാനൊരു കാര്യം ഒന്ന് പറയാം, അതാരും തെറ്റായിട്ട് വിചാരിക്കണ്ട. നമ്മളുടെ NSS കരയോഗത്തിന്റെ മെമ്പർഷിപ്പ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള മെമ്പർഷിപ്പ് 610 അംഗങ്ങളാണ്. എല്ലാവരുടെയും അറിവിനായിട്ട് പറയുന്നത്, ഇത് ശരിക്കും ഞങ്ങൾ സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് നമ്മൾ വിളിക്കുന്ന AGM-ലാണ്. AGM-ല് എല്ലാ ആൾക്കാരും കൃത്യമായി പങ്കെടുക്കാത്തത് കൊണ്ട്, കൃത്യമായി പങ്കെടുക്കാത്തത് കൊണ്ട് ഈ വേദിയിൽ ഞാൻ ഒരു ചെറിയ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത് മാത്രം. അപ്പൊ നമുക്ക് എല്ലാവരുടെയും അറിവിലേക്ക് പറയാനുണ്ട്, 610 അംഗങ്ങളായിരുന്നു നമ്മുടെ മെമ്പർഷിപ്പ് രജിസ്റ്റർ അനുസരിച്ച് ഇപ്പോൾ ഉള്ളത്. ഈ 610 അംഗങ്ങളിൽ ഏകദേശം 29 അംഗങ്ങൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാലും മറ്റു കാരണങ്ങളാലും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കൂടാതെ ഏകദേശം 114ഓളം അംഗങ്ങൾ പനവേലിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. ചില ആൾക്കാർ കേരളത്തിലേക്ക് തന്നെ തിരികെ പോയി, മറ്റു ചില ആൾക്കാർ ബോംബെയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. അങ്ങനെ ഇപ്പൊ ഏകദേശം 400-ലധികം ആൾക്കാരാണ് നമ്മുടെ ആക്റ്റീവ് മെമ്പേഴ്സായിട്ടുള്ളത്. ഈ 400-ലധികം മെമ്പേഴ്സ്, ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ള NSS പൻവേലിന്റെ കരയോഗങ്ങളിലും AGM-ലും അതേപോലെ നമ്മൾ ഇതുപോലെ സംഗമിക്കുന്ന അവസ്ഥകളിലും ഉള്ള പ്രാതിനിധ്യം വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമ്മളുടെ ഓരോ പ്രവർത്തനത്തിനും എപ്പോഴും നമ്മൾ ഒന്നായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഒരു സംഘടന എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഓരോ ആൾക്കാർക്കും അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട്. ഓരോ അംഗങ്ങളും പങ്കെടുക്കുന്നതിലൂടെയാണ് ആ സമൂഹം നന്നാവുകയും വളരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് സമയം, വളരെ കുറച്ച് സമയമെങ്കിലും നമ്മൾ സോഷ്യലായിട്ടുള്ള മറ്റുള്ളവർക്ക് സഹായിക്കുന്ന സോഷ്യൽ ആക്ടിവിറ്റീസിൽ ബന്ധപ്പെടുകയും മറ്റുള്ളവരുമായിട്ട് സംവദിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് പ്രധാനമായിട്ട്. പിന്നെ NSS പനവേലിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ ഈ പറയുന്ന കുടുംബസംഗമം, തിരുവാതിര, സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഇത് കൂടാതെ തന്നെ നമ്മൾ ബാക്ക് ഓഫീസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിർധനരായ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, അതുപോലെ വില്ലേജിലുള്ള സ്കൂളിലെ കുട്ടികൾക്ക്, വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ, ഇത് ജാതി മത ഭേദമന്യാണ്, നമ്മൾ മലയാളികൾക്ക് മാത്രമായിട്ടല്ല ചെയ്യുന്നത്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും നമ്മൾ സ്കൂളുകളിൽ വേണ്ട സ്റ്റഡി കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ പത്രപരസ്യം മുഖേനയോ മറ്റു കാര്യങ്ങൾ മുഖേനയോ നമ്മൾ പബ്ലിക്കിനോട് അധികം പറയാറില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു സേവനമാണ്. അപ്പോൾ നമ്മുടെ കരയോഗങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഇത് നമ്മൾ അധികം അങ്ങനെ വലിയ കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ സഹായങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഇപ്പോ നമ്മള് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് ഒരു എൻഡോവ്മെന്റ്, NSS നമ്മൾ എല്ലാ കുട്ടികൾക്കും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സാകുന്ന എല്ലാ കുട്ടികൾക്കും ഒരു എൻഡോവ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പേരൻസ് മിസ്റ്റർ KP ബാലചന്ദ്രനും അദ്ദേഹത്തിന്റെ ഭാര്യ ജ്യോതി ബാലചന്ദ്രനും ചേർന്നിട്ട് എല്ലാ വർഷവും ഒരു എൻഡോവ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ NSSന്റെ കൂടാതെ തന്നെ നമ്മുടെ ഒരു അംഗവും ആ രീതിയിൽ ചെയ്യുന്നു.
ഒരു കാര്യം കൂടെ അവരിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയെ, അതായത് നിർധന ഫാമിലിയിൽപ്പെട്ട, അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തുകയും ആ കുട്ടിയുടെ ഭാവിയിലേക്കുള്ള മുഴുവൻ വിദ്യാഭ്യാസവും, അത് ഏത് ലെവൽ വരെ പഠിക്കാൻ പോയാലും അതിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള മുഴുവൻ ചെലവും ആ കുടുംബം തന്നെ വഹിക്കുകയും അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അവർക്ക് വേണ്ടിയുള്ള അവരുടെ ആ സന്മനസ്സിന്, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടത്തിലെ വിഷമം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവർക്ക് നൽകാൻ സാധിക്കുന്ന ആ നല്ല മനസ്സിന് നമ്മുടെ NSS പനവേലിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വാഗത ആശംസിക്കുക എന്നുള്ള പ്രധാന കർത്തവ്യത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ്. ഏതെങ്കിലും ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സദയം നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രധാന അതിഥി തൃശ്ശൂരിൽ നിന്ന് നമുക്ക് വേണ്ടി ഇവിടെ വന്നതാണ്. അദ്ദേഹം വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇന്നലെ നമ്മളൊരു സെഷനും ചെയ്തിരുന്നു ഇവിടെ, അദ്ദേഹത്തിന്റെ 1 hour സെഷൻ. അത് ബെനിഫിറ്റ് ചെയ്ത ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ സ്കിൽസ് മനസ്സിലായിട്ടുണ്ടാവും. ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോയ ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മൾ പ്രായം കൂടുന്തോറും മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. പക്ഷേ ആ മറവിയിൽ പോയ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇന്നലെ നമ്മളെ പഠിപ്പിച്ചു തന്നു. അതുപോലെ നമ്മുടെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, എല്ലാം വിശദമായിട്ട് പഠിപ്പിച്ചു തന്നു. അത്രയും കഴിവുള്ള ദീപക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഇത്രയും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി കേരളത്തിൽ നിന്നും ബോംബെയിൽ പനവേലിൽ വരെ എത്തുകയും നമ്മൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അദ്ദേഹം കാണിച്ച ആ സന്മനസ്സിന് ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തിന് നന്ദിയും സ്വാഗതവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്യോഗത്തിൽ പിൻവാങ്ങുന്നു. NSS പ്രസിഡന്റ് ശ്രീ ശശികുമാർ CK സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സമുദായങ്ങളിലുള്ള എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുള്ള നമ്മുടെ MLA ആയ ശ്രീ പ്രശാന്ത കൊന്നേരും അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അതുപോലെ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ശ്രീ പ്രദീപ് P. അദ്ദേഹത്തിനും, അതുപോലെ നമ്മുടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ ശിവദാസ് അവർക്കും, അതുപോലെ ആശംസ പ്രസംഗിക്കാൻ ജീവനുള്ള ശ്രീലേഖ നടത്തുന്നു. പിന്നെ എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങൾ, ഇവിടെ നമ്മളുടെ സെക്രട്ടറി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് നമ്മളിലെ പോരായ്മ എല്ലാം നിങ്ങൾ കേട്ടു. ഞങ്ങളെല്ലാ കാര്യങ്ങളും പറയുന്നുകൊണ്ട്, പക്ഷേ അതിന് യാതൊരു വ്യത്യാസവും ഇല്ല. അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സമുദായത്തിന് ഇവിടെ ഒന്നിച്ചു കൂടാനുള്ളൊരു സ്ഥലമില്ല. അപ്പൊ നമുക്ക് പിന്നെ എങ്ങനെയാണ് പരസ്പരം എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, എങ്ങനെ സഹകരിക്കാൻ പറ്റും? അതിനുള്ളൊരു വേദിയാണ് നമ്മൾ കരയോഗമായിട്ട് 11 കരയോഗമായിട്ട്. അതിൽ ഒരു കരയോഗത്തിൽ 30-50 പേർ, 50 കുടുംബങ്ങൾ. 1 മണിക്കൂർ, ഒരു മാസത്തിൽ 1 മണിക്കൂർ എന്റെ സമുദായങ്ങളെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ പറ്റിയ എന്ത് സമുദായ സ്നേഹമാണ്. നമ്മുടെ സമുദായാചാര്യൻ 148ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ ജീവിതം നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചിരുന്നു. പക്ഷെ നമ്മളത് പൂർണ്ണതയിലെത്തിയിട്ടുണ്ടോ? ഇല്ല. വിശേഷം പറയും. എന്തുകൊണ്ട്? നമ്മൾ ഒരാളെ അംഗീകരിക്കാനും അംഗീകരിക്കപ്പെടാനും തയ്യാറാവണം. നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്. സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് സ്നേഹിക്കപ്പെടുന്നത്. പക്ഷെ നമ്മൾക്ക് ആർക്കും വയ്യ, ഒരു തരത്തിലും കരയോ മണിയോ 1 മണി വരണ്ട, ഈ ചിന്താഗതിയിലോട്ടാ പോകുന്നത്. ഒരാപത്ത് വന്നാൽ പോലും ഒരാൾ കൂടാനില്ലാത്ത അവസ്ഥയാണ് ഇന്ന് നായർ സമുദായം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10 പേര് പോലും കാണുന്നില്ല. ഇന്നത്തെ അവസ്ഥയാണ്. 450-500 മെമ്പറുള്ള നമ്മുടെ സമുദായമാണ് പനവേൽ സമുദായം. എന്തുകൊണ്ട്? അത് ചിന്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ പ്രപഞ്ചത്തിലൊരു ശാശ്വത സത്യമാണ്, ഒരു ജീവിക്കും ഒറ്റയ്ക്ക് സ്വയം കാലയിൽ നിൽക്കാൻ പര്യാപ്തമല്ല. ആകാശം മുട്ട് വളർന്ന വടവൃക്ഷമായാലും ഒരു ചെറിയ പുൽക്കൊടിയായാലും അതിന് പരസ്പര സഹായമില്ലാണ്ട് സ്നേഹിക്കപ്പെടാതെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കില്ല.
അപ്പൊ നമ്മൾ പിന്നെന്താ, നമുക്ക് സ്നേഹിച്ചുകൂടെ, പരസ്പരം സഹകരിച്ചുകൂടെ? നമ്മളെ കൊണ്ടാവുന്ന നമ്മുടെ സമുദായങ്ങൾക്കും ഇതര സമുദായങ്ങളെ പോലെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ സമുദായങ്ങളെ സ്നേഹിച്ചുകൂടെ, സഹകരിച്ചുകൂടെ, സഹായിച്ചുകൂടെ? എന്തുകൊണ്ട് പറ്റില്ല നമുക്ക്? ഈ ജീവിതം കുറച്ചു നാളത്തേക്ക് നമ്മൾ ഈ നാടകം കളിക്കേണ്ടതാണ്. ഈ നാടകം അതിബൃഹത്തായ ഒരു വേദിയാണ് നാടകം. ആ പ്രപഞ്ച വേദിയിൽ നമ്മൾ കുറച്ച് ദിവസം നിൽക്കും. അത് നമ്മൾ നല്ലതായിട്ട് ജീവിച്ചുകൂടെ, നമ്മുടെ ജീവിതം ധന്യമാക്കിക്കൂടെ? അപ്പൊ അതുകൊണ്ട് എന്റെ സമുദായത്തിലെ ഒന്നുകൂടെ നിങ്ങളോട് പറയാം, 1 മണിക്കൂർ മാസം നിങ്ങൾ കരുവത്തിൽ പങ്കെടുക്കുക. അവിടെ നിങ്ങൾ ചർച്ച ചെയ്യുക, പരസ്പരം നിങ്ങൾ സമുദായങ്ങളിൽ ആർക്കെങ്കിലും ആപത്തുണ്ടെങ്കിൽ ചേരുക, സഹായിക്കുക, സഹകരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അധികം പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ധന്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. നിങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ശബ്ദമാണ് നമ്മളുടെ ശ്രീ ദീപക് പിയെ. അദ്ദേഹത്തിന് ആദരം ക്ഷണിച്ചുകൊള്ളുന്നു. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. ഇവിടെ ഒരു സാമുദായിക പരിപാടിക്ക് വേണ്ടിയിട്ട് ബോംബെയിൽ ഞാൻ വരുന്നത് ഇതാദ്യമായാണ്. ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്ന പകുതിയിലേറെ കാര്യങ്ങൾ പറയാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ ഏതൊരു സ്ഥലത്തെത്തുമ്പോഴും ഏതൊരു കാര്യത്തെയും വിലയിരുത്തുമ്പോൾ സംസ്കൃതത്തിലെ ഇവിടെ വന്ന സമയത്ത് എനിക്ക് തോന്നിയത് സംസ്കൃതത്തിൽ ഒരു ന്യായമുണ്ട്. തർക്കമൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥാലി പുലാക ന്യായം എന്ന് പറയും. ഇവിടെയുള്ള വീട്ടമ്മമാർക്കും കുടുംബിനികൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു പ്രഭാഷകൻ എന്നൊക്കെ എന്നെ പറഞ്ഞ സമയത്ത് കുറച്ച് ഗാംഭീര്യമുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സ്ഥാലി പുലാകം എന്നൊക്കെ. സ്ഥാലി എന്ന് പറഞ്ഞ പാത്രമാണ്, പുലാകം എന്ന് പറഞ്ഞാലേ വേവാണ്. സ്ഥാലി പുലാകം എന്ന് പറഞ്ഞാലേ നമ്മള് വെന്തതിന്റെ വേവ് നോക്കുന്നതിനെ പറയുന്നതാണ്. അപ്പൊ സ്ഥാലി പുലാക ന്യായത്തിൽ പറയുന്നത് ഒരു പാത്രത്തിലെ അരി മുഴുവൻ വെന്തോന്ന് നോക്കാൻ വേണ്ടി ഓരോ അരിയും ഉടയ്ക്കേണ്ടതില്ല. നമ്മള് 1 or 2 വറ്റ് ഇങ്ങനെ പിടിച്ചു നോക്കും. അപ്പോ നമുക്കറിയാം, നമുക്കല്ല അരി വെക്കുന്നവർക്കറിയാം അത് വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അങ്ങനെ ഉടച്ചു നോക്കിയ സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം മനഃശാസ്ത്രമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച സമയത്ത് കേരളത്തിലെ നായന്മാരെ ഉടുക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഞൊറിയിട്ട് മുണ്ടെടുക്കുകയും സെറ്റ് സാരി ചുറ്റുകയും ചെയ്തിരിക്കുന്ന ആളുകൾ, നല്ല ശുദ്ധ മലയാളം പറയുന്ന കരയോഗം ഭാരവാഹികളും പ്രവർത്തകരും, വീടുകളിലെ പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കുന്നവര്, ഇങ്ങോട്ട് വരുന്ന കാറിലെ നല്ല മലയാളിത്വം ഓടുന്ന മനസ്സിനെ ആർദ്രമാക്കുന്ന മലയാളം പാട്ട്, അവസാനം സ്റ്റേജില് ഞാൻ UP സ്കൂളിലെ മലയാളം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വള്ളത്തോളിന്റെ കാവ്യനർത്തകി ഒരു വേദിയിൽ കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും മലയാളിത്വവും നായർ പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും പറയേണ്ടതില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതിന് ഇവിടുത്തെ എല്ലാ സമുദായ അംഗങ്ങളെയും NSSന്റെ ഭാരവാഹികളെയും നിങ്ങളുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെയും ഹൃദയംഗമമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ വേദിയിലെ അധ്യക്ഷൻ പൻവേൽ നായർ സാംസ്കാരിക സമിതിയുടെ അധ്യക്ഷനായ ശ്രീ ശശികുമാർ അവർ, ഇവിടുത്തെ നായർ സമുദായത്തിന്റെ സെക്രട്ടറി ശ്രീ PC ശിവദാസ് അവർ, ട്രഷറർ ഷാജി സർ, ഇവിടെ ഇന്നത്തെയും ഇന്നലത്തെയും അഥവാ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ പ്രോഗ്രാം കൺവീനർ ശ്രീമതി ശ്രീകല ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ ഈ NSSന്റെ മറ്റു ഭാരവാഹികൾ, ഇവിടെ കൂടിയിരിക്കുന്ന സമുദായ അംഗങ്ങൾ, ഇന്നലെയും ഇന്നുമായി ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചവർ, ആ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇന്നിവിടെ വരാൻ സാധിക്കാതെ പല തിരക്കുകളും കൊണ്ടിവിടെ സാധിക്കാൻ വരാതിരുന്ന മറ്റു സമുദായ അംഗങ്ങൾ, നമ്മുടെ MLA വരേണ്ടിയിരുന്ന ശ്രീ
പ്രശാന്ത് താക്കൂർ അവർ ഏവർക്കും എൻ്റെ സാദര പ്രണാമം. നായർ എന്ന് പറയുന്ന സമയത്ത് നായന്മാരുടെ ചരിത്രത്തിലേക്കോ വലിയ ആശയ സംവാദങ്ങളിലേക്കോ ഞാൻ കടക്കുന്നില്ല. പകരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട കഴിഞ്ഞ കുറച്ചു കാലം നാട്ടിൽ NSSുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ എൻ്റെ സഹപ്രവർത്തകർക്കും അനുഭവത്തിൽ വന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളെ ബോറടിപ്പിക്കാവുന്ന അത്ര സമയം സംസാരിക്കാവുന്ന ഒരു അറിവിന്റെ ആഴമൊന്നും എനിക്കില്ല. എങ്കിലും നായർ എന്ന് പറയുന്ന സമയത്ത് ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളിലെ മുതിർന്ന തലമുറയും മിക്കവാറും സ്കൂളിലെ പഠനകാലത്ത് കോൺവെന്റ് സ്കൂളുകളിൽ പഠിച്ചവരായിരിക്കും കൂടുതൽ. കാരണം തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് മേഖലകളിലൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സമുദായങ്ങൾ സംഘടനകൾ നടത്തുന്ന CMIയും CSIയും എല്ലാം നടത്തുന്ന കോൺവെന്റ് സ്കൂളുകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നായർ സമുദായത്തിലെ കുട്ടികൾക്ക് കുരിശു വരയ്ക്കുന്നതിനോ ബൈബിൾ കണ്ടാലോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കുന്നത് ആ സംസ്കൃതിയുടെ പിന്നിൽ കീഴിൽ പഠിച്ചു വന്നവരായതുകൊണ്ട് കൂടിയായിരിക്കാം. എൻ്റെ ടീച്ചർമാർ പോലും കോൺവെന്റ് സ്കൂളുകളിൽ പഠിച്ചു വന്നവരാണ്. ഞാനും സെന്റ് മേരീസ് എന്ന് പറയുന്ന വിദ്യാലയത്തിലും പിന്നെ ദീപ്തി സ്കൂള് CMI നടത്തുന്ന സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ആ പഠനകാലത്ത് മാഷുമാരും ടീച്ചർമാരും നമ്മളെ പാഠം വായിപ്പിക്കും, ചോദ്യം ചോദിക്കും, അപ്പൊ നമ്മൾ ഉത്തരം പറയും, പദ്യം ചൊല്ലിക്കും. ഇതൊക്കെ ചെയ്തിരുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട് അവനൊരു നായരുകുട്ടിയാണ് എന്നുള്ളത്. ഇതൊരു നായരാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ അച്ഛനമ്മമാര് വരുന്ന സമയത്ത് നായന്മാരുടെ അവിടുത്തെയാണ് ഇത് എടുത്തു പറയും. അപ്പൊ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അത് ചോദിക്കാനുള്ള ഒരു പക്വത എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ അധ്യാപനത്തിന് വന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചിരുന്ന സൈമൺ മാഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് മറ്റൊരു അധ്യാപകനെ പരിചയപ്പെടുത്തിയ സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ വീടിന്റെ അടുത്താണ്, ദീപക് എന്നാണ് പേര്, നല്ലൊരു കുട്ടിയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. നല്ല കുട്ടി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മാഷുമാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല, അത്രേ ഉള്ളൂ, നമ്മുടെ നായന്മാരുടെ അടുത്ത കുട്ടിയാണ് പറഞ്ഞു. എൻ്റെ വീടിന്റെ അടുത്താണ്, സാർ അറിയില്ല, നായന്മാരുടെ അടുത്ത കുട്ടിയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ മാഷോട് ചോദിച്ചു, മാഷെ നിങ്ങൾക്ക് എന്താണ് നായന്മാരോട് ഇത്ര ദേഷ്യം അല്ലെങ്കിൽ സ്നേഹം? രണ്ടാമതൊന്നുകൊണ്ടാണല്ലോ വിളിക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചു. അപ്പൊ മാഷ് വളരെ സരസനായിട്ടുള്ള രസികനായിട്ടുള്ള തന്മയത്തുള്ള ഒരു അധ്യാപകനാണ് സൈമ മാഷ്. ഞാൻ ഇപ്പോഴും മനസ്സിൽ വളരെ ബഹുമാനിക്കുന്ന അദ്ദേഹമാണ്. അപ്പൊ സൈമ മാഷ് ഒരു നിമിഷം ആലോചിച്ച് എന്നിട്ട് പറഞ്ഞു, താൻ വെറുതെ ചോദിച്ചതാണോ? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ ഇതിനു മുന്നേ വേറെ ആരും തന്നോട് ഇത് പറഞ്ഞിട്ടില്ല ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നായന്മാരുടെ അടുത്തെയാണെന്നുള്ളത്, എന്റെ ഓഫീസിലും പറഞ്ഞിട്ടുണ്ട് നായന്മാരുടെ അടുത്തെയാണെന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പറയുന്നത്? മറ്റുള്ളവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്പൂതിരിയെ ചിലപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ഈഴവനാണ്, ഇത് മുളയനാണ്, ഇത് ആശാരിയാണ്, ഇതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നായരാണ് എന്നുള്ളത് എടുത്തു പറയുന്നത് എന്നുള്ളത്. അപ്പൊ മാഷു പറഞ്ഞു, നിങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാഷു വളരെ ശുദ്ധമായിട്ടുള്ള മലയാളം, എന്നേക്കാൾ നല്ല അക്ഷരശുദ്ധിയോടുകൂടി മലയാളം സംസാരിക്കുന്ന ഒരു അധ്യാപകനാണ് സൈമ മാഷ്. അത് പറഞ്ഞത്, നിങ്ങൾ പറയുന്നിടത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ ഭാഷ എല്ലാം ഇത്തിരി വ്യത്യാസമാണ്. നിങ്ങളുടെ ഭക്ഷണം എരിവും കൂടി ഒന്നും കുറവായിട്ടുള്ളൂ, പക്ഷെ നിങ്ങളുടെ ഭക്ഷണം നല്ലതാണ്. വയറിന് സൗഖ്യത്തെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത്. ഞാൻ ഒരുപാട് നായർ വീടുകളിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. സൈമ മാഷ് പറഞ്ഞത് നായർ ഹോട്ടലിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞു. താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്റെ എല്ലാ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നായർ ഹോട്ടലിൽ പോയി കഴിക്കും, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ശങ്കരവണ്ടി നായർ ഹോട്ടലിൽ നിന്ന് മാഷ് സ്ഥിരം ഭക്ഷണം കഴിക്കാറുണ്ട്. ഇത് മാഷ് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്താണ് എന്നുള്ളത്. ആ ചിന്തിച്ചപ്പോൾ നായർ സംസാരിക്കുന്നിടത്തൊരു വ്യത്യാസമുണ്ട്, ഒരു ആർജവമുണ്ട് നായർക്ക്. പണ്ട് കാലത്തെ നായകൻ എന്നുള്ള വാക്കിൽ നിന്നാണ് അത്ര നായർ ഉണ്ടായത് എന്ന് ഒരു വശമുണ്ട്. അപ്പോ വാക്കിലും നോക്കിലും നടത്തത്തിലും ഒരു നായകത്വം നായരിലുണ്ടായിരുന്നു. ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞാലേ, മറ്റു പല സമുദായ അംഗങ്ങളും എൻ്റെ മോന്റെ സ്കൂളിൽ പോയ സമയത്ത് പോലും പല ടീച്ചേഴ്സും ഡാ, ഡി, വാ, നോക്ക്, പറയേ, ചെയ്യേ, തിന്നെ, കളിക്കേ, ഇങ്ങനെയൊക്കെയാ സംസാരിക്കുക. പക്ഷെ നായരുടെ സംസാര രീതിയില് വരൂ, പോകൂ, കളിക്കൂ, നോക്കൂ, നിൽക്കൂ, ഇങ്ങനെയുള്ള വാക്കുകളാണ്. നമ്മൾ ഡാ എന്ന് ഉപയോഗിക്കാറില്ല. ഭർത്താവിനെ പോലും പേരെടുത്ത് വിളിക്കാത്ത കുലസ്ത്രീകൾ ഉണ്ടായിരുന്ന സമുദായമാണ് നായർ, അല്ലെ? ആ ഒരു ബഹുമാനം, അത് എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഭർത്താവിന് ഭാര്യ ബഹുമാനം കൽപ്പിച്ചു കൊടുത്തത്.
അത്രയധികം ബഹുമാനം ഉള്ളിൽ ഉണ്ടായിട്ടല്ല. വരുന്ന തലമുറയും അത് കണ്ടുപഠിക്കണം. എൻ്റെ മക്കള് ഈ അച്ഛനോട് ബഹുമാനത്തിൽ പെരുമാറിയാൽ മാത്രമേ ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പ് അതേപോലെ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതും അവര് നേർവഴിക്ക് പോകൂ എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ് അന്ന് നമ്മുടെ സ്ത്രീകളെ അതേ നോക്കൂ എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ വിളി മാറി. ഇപ്പോ എൻ്റെ വീട്ടിലിപ്പോ കല്യാണം കഴിച്ച പെൺകുട്ടികൾ മുഴുവൻ ഭർത്താവിനെ വിളിക്കുന്നത് പേരാണ്, സജി, അജി എന്നാ വിളിക്കുന്നത്. അതിന്റെ ഫലം എന്താണെന്നുണ്ടെങ്കിൽ കുട്ടികളും കണ്ടന്നെ പഠിക്കുക, കേട്ടു പഠിക്കില്ല, കണ്ടന്നെ പഠിക്കുള്ളൂ. അപ്പൊ സൈമൺ മാഷ് പറഞ്ഞതുപോലെ നായരുണ്ടാക്കിയെടുത്ത ഈ സ്വത്വം അത് തിരുവാതിര കുളിച്ചും നാവൂർ കേട്ടും നാമം ചൊല്ലിയും ഉണ്ടാക്കിയെടുത്താണ്. നമ്മൾ നമ്മുടെ ആചാരങ്ങളിൽ കൂടെ എടുത്തുണ്ടാക്കിയ ഒരു സ്വത്വം നമ്മളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഉറപ്പിച്ചു നിർത്തിയിരുന്നു എന്ന് വേണം കരുതാൻ. ആ നായർക്ക് ആ പരിഗണന കിട്ടിയിരുന്നത്, ഈ വാക്കിന്റെയും നോക്കിന്റെയും നടത്തത്തിന്റെയും എല്ലാം പരിഗണന കിട്ടിയിരുന്നത് നമ്മുടെ തൊഴിൽ സ്ഥലങ്ങളിലെ ബോസിന്റെ മുന്നില്, അധികാരവർഗത്തിന്റെ മുന്നില്, രാഷ്ട്രീയത്തിലെ, നിയമസഭയിലെ, നമ്മുടെ ബിസിനസ്സിലെ, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത്, നമ്മുടെ സംഘടനകളിലെ എന്ന് വേണ്ട സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും നായർക്ക് ഒരു പരിഗണന കിട്ടിയിരുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. നമ്മൾ കടന്നു വന്നതും ആ കാലത്തിലൂടെ തന്നെയാണ്. എന്നാൽ ഇടക്കാലത്ത് വെച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ മോശം വന്നു തുടങ്ങി. ഇടക്കാലത്ത് വെച്ച് എവിടെയോ മോശം വന്നു തുടങ്ങി. കേരള നിയമസഭയിലേക്ക് ശ്രീ മന്നത്ത് പത്മനാഭനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുകയും പിന്നീട് അദ്ദേഹം സ്ഥാനം നിഷേധിക്കുകയും ചെയ്തൊരു സ്ഥലമാണ്. അത് നായർ എന്നുള്ളൊരു പരിഗണനയായിരുന്നു. എങ്ങനെയാണ് നായരെ ഈ നായകത്വം നേടിയെടുത്തത്? എല്ലാവരും കുലത്തൊഴിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, നായരുടെ കുലത്തൊഴിൽ എന്തായിരുന്നു? അമ്പലത്തിൽ നായർ പൂജിച്ചിരുന്നില്ല, മാല കെട്ടിയിരുന്നില്ല, കഴകം ചെയ്തിരുന്നില്ല, ചെണ്ട കൊട്ടിയിരുന്നില്ല, അടിച്ചു വാരിയിരുന്നില്ല, അമ്പലം പൂട്ടുന്ന സെക്യൂരിറ്റി പണി നായർ ചെയ്തിരുന്നില്ല. എന്നിട്ടും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നായർ എങ്ങനെ നിലനിന്നു പോന്നു? ബോംബെ നായന്മാർക്ക് കൃത്യമായിട്ട് അറിയാം, അമ്പലം പണിതത് നമ്മളാണ്, അമ്പലം നോക്കി നടത്തിയത് നമ്മളാണ്. അങ്ങനെ ഒന്ന് വേണമെന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യം ഉണ്ടായത് നായരുടെ തലയിലാണ്. ഞാൻ മറ്റുള്ള ജാതിക്കാർ മോശമാണെന്ന് പറയില്ല, നമ്മുടെ ജാതിക്ക് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും നെഗറ്റീവിലല്ല ഫോക്കസ് ചെയ്യുന്നത്, പോസിറ്റീവില്ല. നമുക്ക് എന്ത് പോസിറ്റീവ് ഉണ്ടോ അത് തലമുറ കൈമാറി ആ പോസിറ്റീവിനെ നമ്മള് അപ്പോ എന്താന്നുണ്ടെങ്കില് നമ്മൾ അതിനെ ഷാർപ്പൻ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അമ്പലത്തിൽ നമ്മൾ മാത്രം നല്ലത് ചെയ്തു, മറ്റുള്ളവർ പൊട്ട ചെയ്തു എന്നല്ല. എല്ലാവർക്കും അവരുടേതായ കർമ്മമുണ്ട്, നമുക്ക് വേണമെങ്കിൽ പൂജിക്കാം. ഇപ്പോ നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ എല്ലാ സമുദായക്കാരും പൂജിക്കുന്നുണ്ട്, എല്ലാ സമുദായക്കാരും എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. പക്ഷെ നായരെ സംബന്ധിച്ച് നായരുടെ പോസിറ്റീവ് ഈ നായകത്വമായിരുന്നു. ഈ നായകത്വം കൂട്ടി വരുന്നതിലെ നമ്മൾ എന്ത് എഫർട്ടാണ് എടുത്തിരിക്കുന്നത്? അവിടെയാണ് NSS പോലെയുള്ള സംഘടനകളുടെ പ്രാധാന്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ മന്നത്ത് പത്മനാഭൻ, അദ്ദേഹത്തിന്റെ സ്മൃതി ദിനം കൂടിയാണ് ഇന്ന്. മന്നം ജയന്തി കൂടി നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നു. കുറച്ചു നേരം നമ്മുടെ സമുദായ ആചാര്യനെ പഠിക്കാനും മനസ്സിലാക്കുന്നതിനും സമുദായ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനും കുറച്ചു സമയം ചെലവിട്ടതുകൊണ്ട് നമുക്കൊരു ദോഷവും വരാനില്ല, മറിച്ച് നല്ലതേ വരൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തിയത്. മന്നത്ത് ആചാര്യൻ NSS തുടങ്ങി. അദ്ദേഹം NSS തുടങ്ങിയതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാല് നായന്മാര് വളർന്നു വരണം, മറ്റുള്ളവരൊക്കെ നശിക്കണം എന്നുള്ളതല്ല. ഞങ്ങളവിടെ ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്. നമ്മളവിടെയുള്ള ഒരു മേനോൻ, പത്മനാഭ മേനോൻ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അമ്പലത്തില് പൂനിലാർക്കാവ് ദേവിയോട് പ്രാർത്ഥിക്കുന്നേ, പാർവതിക്കും എനിക്കും എന്റെ മകനും മാത്രം സുഖം നൽകണേ, മറ്റവരൊക്കെ നശിക്കണേ ഭഗവതി, പൂനിലാർക്കാവിൽ അമ്മയെ തൊടാം. ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ ശ്ലോകം ചൊല്ലാറുണ്ട്. പാർവതിക്കും എനിക്കും എന്റെ മകനും മാത്രം സുഖം കിട്ടണം, മറ്റുള്ളവരൊക്കെ നശിച്ചു പോകണം. എനിക്ക് സുഖം കിട്ടണമെന്നല്ല, മറ്റുള്ളവർ നശിക്കണം എന്ന് കൂടി, എന്നാലേ എനിക്ക് സുഖം വരുന്നു എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലത്താണ് ശ്രീ മന്നത്ത് പത്മനാഭൻ NSSന്റെ പറ്റി ചിന്തിക്കുന്നതും. ഒരു 5-6 പേര് കൂടി അദ്ദേഹത്തിന്റെ അമ്മ പുറത്തെ വിളക്കിന് ചുറ്റും ഇരുന്നുകൊണ്ട് സമുദായ ഐക്യത്തെയും സമുദായ നവീകരണത്തെയും പറ്റി സംസാരിച്ചത്. എന്നിട്ട് സമുദായം ഉണ്ടാക്കി, സമുദായത്തിന് ഒരു കോളേജ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ആ കോളേജിന് പേരിട്ടു NSS ഹിന്ദു കോളേജ്. NSS നായർ കോളേജ് എന്നല്ല അദ്ദേഹം പേരിട്ടത്, ഹിന്ദു കോളേജാണ് പേരിട്ടത്. അതിന്റെ പിന്നിലെ ഒരു കാരണവുമുണ്ട്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ
അദ്ദേഹം വിഭാവനം ചെയ്ത സമുദായം നായർ സമുദായം മാത്രമല്ല, മൊത്തം ഹൈന്ദവ സമുദായവും മൊത്തം ഭാരതീയ സമൂഹവുമായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി, എന്റെ ജീവിതം ഞാൻ സമുദായ ഉന്നതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതിൽ എന്റെ സമർപ്പണത്തിന്റെ 1/3 ഭാഗം നായർ സമുദായത്തിന്റെ ഉന്നതിയും 1/1 ഭാഗം ഹിന്ദു സമുദായത്തിന്റെ ഉന്നതിയും മറ്റു 1/1 ഭാഗം എന്റെ രാഷ്ട്രത്തിന്റെ ഐശ്വര്യവും അഭിവൃദ്ധിയുമാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മുടെ ഭഗവത്ഗീതയിലായാലും രാമായണത്തിലായാലും ഏതിൽ നോക്കിയാലും നിങ്ങൾക്കറിയാം. ഒരു സമുദായത്തിനോ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ഒറ്റയ്ക്ക് നിലനിൽക്കുവാനോ അഭിവൃദ്ധിപ്പെടുവാനോ സാധിക്കുകയില്ല എന്നുള്ള ആശയമാണ് അദ്ദേഹം പുനരാവിഷ്കരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കോളേജിന് NSS ഹിന്ദു കോളേജ് എന്ന് പേരിട്ടു. ഒറ്റയ്ക്ക് ഒരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് നമുക്ക് സുഖിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അന്നേ തന്നിരുന്നു മന്നത്താചാര്യൻ. അത് മലയാളിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പ്രളയം വേണ്ടി വന്നു. അടുത്ത വീട്ടിൽ വെള്ളം കയറിയാൽ എന്റെ വീടിന് മാത്രമായിട്ട് നിലനിൽക്കില്ല എന്നുള്ള തിരിച്ചറിവ് 2018 ഏതാണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടായത്. നിങ്ങൾക്ക് അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. കാരണം ബോംബെയിൽ ജീവിക്കുന്ന സമയത്ത് സമവായത്തിന്റെ പരകോടി ഉണ്ടായാൽ മാത്രമേ ബോംബെയിൽ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് ഞാനും മുൻകാലങ്ങളിലൂടെ വന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, എനിക്ക് തോന്നുന്നു ഇതൊരു നായർ മഹാസമ്മേളനമാണ്, നായർ പൂർണ്ണ സമ്മേളനമാണ്. കാരണം നാട്ടിലെ നായർ പരിപാടികളിൽ NSSന്റെ പല പരിപാടികളിലും ഞാൻ പോയിട്ടുണ്ട്. അത് തൃശ്ശൂർ ഭാഗത്താണെങ്കിൽ നായർ സമ്മേളനമായിരിക്കും. തൃശ്ശൂരിന്റെ വേറൊരു ഭാഗത്ത് പോയാൽ മേനോന്മാരുണ്ടായിരിക്കും കൂടുതൽ. അത് തെക്കൻ ജില്ലകളിലേക്ക് പോയാൽ പിള്ളമാരും കുറുപ്പന്മാരും കൂടുതലുള്ള സമ്മേളനമാണ്. കണ്ണൂർ ഭാഗത്താണെങ്കിൽ നമ്പ്യാർ സമ്മേളനമാണ് അല്ലെ. എന്നാൽ ബോംബെയിൽ വരുന്ന സമയത്ത് നായരും നമ്പ്യാരും പിള്ളയും കുറുപ്പും, ഞാൻ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഉണ്ട്. മാത്രമല്ല ഇന്നലെ നടന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമില് എല്ലാ സമുദായത്തിലുള്ളവരെയും ക്രിസ്തു മതത്തിലുള്ളവരെയും ഇസ്ലാം മതത്തിലുള്ളവരെയും എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിരുന്നു എന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ മന്നത്തു പത്മനാഭൻ മുന്നോട്ട് വെച്ച ആശയം കേരളത്തിലെ നായർ ഭാരവാഹികളെക്കാൾ വളരെ നല്ല രീതിയിൽ ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളത് ഇന്നലെ ഞാൻ മനസ്സിലാക്കി. അതിന് എൻ്റെ ഹൃദയംഗമമായ അഭിവാദനങ്ങൾ ഈ നായർ സമിതിക്ക് സമർപ്പിക്കുകയാണ്. അത് എന്റെ ഉള്ളിൽ ഞാൻ പറയുന്ന ഇതൊക്കെ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇവിടെ അനുഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മറ്റു സമുദായ അംഗങ്ങളെ വിളിക്കാൻ മടിക്കുന്ന നായന്മാരുണ്ട്. അവർ പറയുന്നത് ഇതിന് സ്റ്റേറ്റിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്, ഈ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അത് നായർ മാത്രമേ അനുഭവിക്കാവൂ, ആ ഫണ്ട് കൊണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ നായർ മാത്രമേ ഉണ്ടാവാൻ പറ്റൂ എന്ന് പറയുന്നത് എന്ത് വിചിത്രമായിട്ടുള്ള ആശയമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ പ്രളയം പഠിപ്പിച്ചതും കൊറോണ പഠിപ്പിച്ചതും. നമ്മുടെ വീട്ടിൽ മാത്രമായിട്ട് ഒരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല, കൊറോണ ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മൊത്തം അത് പോയപ്പോഴാണ് നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റിയതും സ്വസ്ഥമായിട്ട് നാട്ടിലിറങ്ങാൻ പറ്റുന്നതും സ്വസ്ഥമായിട്ട് കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുന്നതും ആരോഗ്യകരമായിട്ട് നമുക്ക് ജീവിതം നയിക്കാനും പറ്റുന്നത് ലോകത്തിന് മുഴുവൻ സമാധാനം ഉണ്ടായപ്പോഴാണ്. അതുകൊണ്ടാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചിരുന്നതും ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിരുന്നത്, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത്. ഈ പ്രാർത്ഥന നമ്മുടെ വീടുകളിലൊക്കെ മുടങ്ങിയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഈ നായർ തനിമ നമുക്ക് ഇനിയും ഷാർപ്പൻ ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് NSS പ്രവർത്തനം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നായർ പ്രവർത്തനങ്ങൾ നമ്മുടെ അവിടെ ഉണ്ട്. NSSലെ വീടുകളിൽ തന്നെ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ കുടുംബങ്ങളായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ആങ്കർ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, പ്രഭാഷണം നടത്താൻ പഠിപ്പിക്കുന്നുണ്ട്, സ്റ്റേജിൽ എങ്ങനെ കയറണം പഠിപ്പിക്കുന്നുണ്ട്, പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ചായ കൊടുക്കാനും ബിസ്ക്കറ്റ് കൊടുക്കാനും നമ്മുടെ അടുത്ത കുട്ടികളെ അവിടെ കൊണ്ടുവരുന്നത് കാണുന്ന സമയത്ത് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഈ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ്. കാരണം മന്നത്ത് പത്മനാഭനായാലും ശ്രീനാരായണ ഗുരുദേവനായാലും അയ്യങ്കാളി ആയാലും ചട്ടമ്പി സ്വാമികളായാലും മറ്റുള്ള ഞാൻ വിട്ടുപോയിട്ടുള്ള ഏത് സമുദായ ആചാര്യന്മാരും VT ഭട്ടതിരിപ്പാട് അദ്ദേഹം ആരായാലും അവർ സമുദായ പ്രവർത്തനം നടത്തിയത് ചില ആശയങ്ങളുടെ മേലായിരുന്നു, അവരുടെ സ്വന്തം ഇഷ്ടത്തിനല്ല. കാരണം നമുക്കൊരു പ്രമാണ ഗ്രന്ഥമില്ല. നായർക്ക് എന്തെങ്കിലും പ്രമാണ ഗ്രന്ഥം ഉണ്ടോ? ഇല്ല, നമുക്കൊരു പ്രമാണ ഗ്രന്ഥമില്ല. ഏതൊരു സ്ഥാപനം ഏതൊരു സംഘടന ഉണ്ടാക്കുമ്പോഴും അതിന് ബൈലോ ഉണ്ടാവും. NSSന് ബൈലോ ഉണ്ട്, ഡേ ടു ഡേ പ്രവർത്തനങ്ങൾക്ക് ബൈലോ ഉണ്ട്. പക്ഷെ നമുക്ക് പ്രമാണം എന്താണ്?
ഏത് ഗ്രന്ഥത്തെയാണ് നായർ ഫോളോ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അതിനെന്തെങ്കിലും പുസ്തകമുണ്ടോ? ഇപ്പൊ സൺഡേയില് കാറ്റിസം ക്ലാസ് പോലെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങൾ, അതിന് പുസ്തകങ്ങളുണ്ട്, ശരി. പക്ഷെ നമ്മുടെ പുസ്തകം ഏതാണ്? നമുക്കൊരു പ്രമാണം ഉണ്ടോ എന്നുള്ളത് കാരണം ഇത്രയും ചെയ്ത മന്നത്താചാര്യനെ ഒരു പുസ്തകം കൂടി ഇതായിരുന്നു, നായന്മാരുടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ബൈബിൾ ഉണ്ട്, ഖുറാൻ ഉണ്ട്, അതുപോലെ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. ഈ ശാസ്ത്രത്തെ നമ്മൾ പ്രമാണം ആയി എടുക്കണം. ഏതൊരു ഹിന്ദുവിനും നായരാവട്ടെ, നമ്പൂതിരിയാവട്ടെ, വാരരാവട്ടെ, ഈഴവരാവട്ടെ, മുളയനാവട്ടെ, എന്തുമാവട്ടെ, ആശാരിയാവട്ടെ, എന്തുമാവട്ടെ, അവരുടെ പ്രമാണമാണ് ശ്രുതി, വേദങ്ങളാണ് പ്രമാണം. അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ വേദത്തെ നമുക്ക് പ്രമാണമായിട്ട് സ്വീകരിക്കാൻ ഇപ്പൊ സാധിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇന്നത്തെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. മിക്കവാറും കരയോഗത്തിന്റെ പരിപാടികൾക്ക് പോകുമ്പോൾ അവിടെ എല്ലാം എല്ലാ കരയോഗങ്ങളിലും നടക്കുന്നുണ്ടാവും. ഗീത ക്ലാസ് നടക്കുന്നുണ്ടാവും, ഭഗവത്ഗീത ഉണ്ടാവും, രാമായണം ഉണ്ടാവും. ഇനി മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഭാഗവതം ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും അല്ലെ, ഭാഗവതം ഉണ്ടാവും, ഭഗവത്ഗീത ഉണ്ടാവും. നാരായണീയം ഉണ്ടാവും. ഇങ്ങനെ പല ഇതുകളുണ്ട്. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, കാരണം എന്നെങ്കിലും ഒരു അംഗീകരിക്കണല്ലോ. ഇതൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ചെറുപ്പക്കാർ പലരും കരയോഗത്തിലേക്കോ അമ്പലത്തിലേക്കോ വരാത്തത്. ഞാനൊക്കെ എന്റെ കാലത്തൊക്കെ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് അമ്പലത്തിൽ പോകും. എന്താ കാരണം എന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ, കാരണം ഈ ശാസ്ത്രവും ധർമ്മവും അറിയുന്നതുകൊണ്ടല്ല, വീട്ടിലിരുന്ന പഠിക്കാൻ പറയും. അപ്പോ സന്ധ്യ ആകുമ്പോൾ 5:30 ആകുമ്പോ 5 മണിക്ക് കുടി തുടങ്ങും. 5:15, 5:20, 5:30 വരെ കുളിക്കും. അമ്മ ടീച്ചറാ, അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റാ ചില കാര്യങ്ങള്. അപ്പൊ 5:30 വരെ കുളിക്കും. 5:30 കഴിഞ്ഞിട്ട് ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ചന്ദനക്കുരയൊക്കെ തൊട്ട് വരുമ്പോ ഒരു 5:45 നേരെ അമ്പലത്തിൽ പോകും. ദീപാരാധന ചെയ്യുമ്പോൾ 6:30. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ദീപാരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് പായസം കിട്ടും, കയ്യിൽ എന്തെങ്കിലും നിവേദ്യം കിട്ടും. ഇന്നത്തെ പോലെ സുലഭമായിട്ട് പായസം ഒന്നും വീട്ടിൽ ഉണ്ടാക്കാത്തതുകൊണ്ട് അത് കഴിക്കും. അത് കഴിച്ച് നട അടച്ചിട്ടേക്ക് കൊണ്ടുപോകും. കാരണം വീട്ടിലെത്തിയാൽ പഠിക്കാൻ പറയും. അമ്പലത്തിൽ പോകണമെങ്കിൽ കുറ്റം പറയില്ല. അങ്ങനെ വൈകിട്ട് വരെ ഇരുന്ന് 7:15 വീട്ടിൽ വരും. കുറച്ചു നേരം പുസ്തകത്തിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ കിടക്കാം. നാമം ചൊല്ലാനും പറയില്ല, കാരണം നാമം അമ്പലത്തിൽ കഴിയുമല്ലോ. അപ്പൊ ഈ ഒരു എസ്കേപ്പിസം ആയിരുന്നു അന്ന്. അങ്ങനെ വളർന്നു വന്നുണ്ടെങ്കിലും അതിന്റെ ഗുണങ്ങൾ കിട്ടിയത് പിന്നീടാണ്. ഇതേപോലെ ഇന്നത്തെ കുട്ടികളോട് അല്ലെങ്കിൽ യൂത്തിനോട് നാരായണീയം പഠിക്കണം, രാമായണം വായിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് എസ്കേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വീടിനുള്ളിൽ ഒരു റൂം അടച്ചു കഴിഞ്ഞാൽ മൊബൈലിൽ ഇഷ്ടമുള്ളത് കാണാം. അച്ഛനമ്മമാരെ പറ്റിക്കാനും സമയങ്ങൾ കളയാനുള്ള വഴിയൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് ഓരോ തലമുറ കൈമാറി വരും. അതുകൊണ്ട് ഇന്ന് കുട്ടികളെ ഇതിന് കിട്ടാനില്ല. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ ഗുണം? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് പഠിക്കുന്നത്? ഇവിടെ വന്നിട്ട് 1 വർഷം 6 മാസമൊക്കെ ഇത് പഠിച്ചു, എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോ ഒരാൾ വന്ന് ചോദിക്കുന്നല്ലേ, നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നതല്ലേ, മറ്റുള്ളവർ കേൾക്കുന്നതല്ലേ വെച്ച് കുട്ടികൾ പറയും, സാറേ മനസ്സമാധാനം ഉണ്ട്, ഐശ്വര്യം കിട്ടുമെന്ന് പറയും. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, അപ്പൊ അവരുടെ അച്ഛനമ്മമാരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഈ രാമായണം വായിച്ചിട്ട് ഭഗവത്ഗീത വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മനസ്സമാധാനം പോകുമ്പോൾ ഈ പുസ്തകം എടുത്ത് വായിക്കുകയും ആ മനസ്സമാധാനവും ഐശ്വര്യവും തിരിച്ചു കിട്ടുകയും ചെയ്യേണ്ടതല്ലേ? അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായ സമയത്ത് ഈ കുട്ടികളോട് വായിക്കാൻ പറയുന്ന പുസ്തകം നിങ്ങൾ എടുത്ത് വായിച്ചിട്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യെസ്, ഇറ്റ്സ് ഗുഡ്. അതർവൈസ് അതിന്റെ ആവശ്യമില്ല, എടുത്ത് കളയാനുള്ളത്. അല്ലെങ്കിൽ ബോംബെയിലെ സ്ഥലമില്ല ഷെൽഫുകളിൽ, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾ സ്പേസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു അപ്ലിക്കേഷൻ വശമുണ്ട്. ഈ എല്ലാത്തിനും നമ്മൾ ഈ കുട്ടികളോടും അടുത്ത തലമുറയോടും മുതിർന്നവരോടൊക്കെ പഠിക്കാൻ പറയുന്ന ഭഗവത്ഗീതയ്ക്കും രാമായണത്തിനും നാരായണീയത്തിനും ഭാഗവതത്തിനും ഒരു അപ്ലിക്കേഷൻ വശമുണ്ട്. ഈ അപ്ലിക്കേഷൻ ഇല്ലാതെ പോയതാണ് നമ്മൾ ധർമ്മശാസ്ത്രങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ കാരണം. ഏത് സംഘടനയും ഏത് സമൂഹവും ചില ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കണം, ആ ശാസ്ത്രം പഠിക്കണം, ആ ശാസ്ത്രം ഫോളോ ചെയ്യണം. ശ്രീനാരായണ ഗുരുദേവൻ SNDP സമുദായം ഉണ്ടായ സമയത്ത് അതിന്റെ പേര് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമാണ് എന്നാണ്. ധർമ്മമാണ് പരിപാലിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാതിയെ അല്ല, ഒരു സമുദായത്തെ അല്ല പരിപാലിക്കാൻ ഉദ്ദേശിച്ചത്, ധർമ്മത്തെ പരിപാലിപ്പിക്കാനാണ്. നായർ സർവീസ് സൊസൈറ്റിയും അത് തന്നെയാണ്, ധർമ്മത്തെയാണ് പരിപാലിക്കാൻ ഉദ്ദേശിക്കുന്നത്. ധർമ്മം പരിപാലിക്കപ്പെട്ടാൽ നായർ മാത്രമല്ല, ലോകത്തിലെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുമെന്നുള്ളതാണ് തിരിച്ചറിവ്. അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. എന്തായിരുന്നു ആ ധർമ്മം? ആ ധർമ്മം എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്മൃതി പുരാണങ്ങളിൽ തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു സത്യം വധ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കല്ല, മന്നത്താചാര്യൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കല്ല, അദ്ദേഹം ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തു പറഞ്ഞ കാര്യമാണ്. സത്യം വധ, ധർമ്മം ചര എന്ന് പറഞ്ഞു.
സത്യം വധ എന്ന് പറഞ്ഞു, ധർമ്മം വധ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. സത്യം വധ എന്ന് പറഞ്ഞു, നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. പക്ഷെ ധർമ്മം പറയാൻ പറഞ്ഞിട്ടില്ല. ഒറ്റ സമുദായ അംഗങ്ങളോടും ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞിട്ടില്ല, മന്നത്ത ആചാര്യനും പറഞ്ഞിട്ടില്ല നിങ്ങൾ ധർമ്മം പറയണം. സ്വാമി വിവേകാനന്ദന്റെ ഒറ്റ വിളിയില് അമേരിക്ക മുഴുവൻ നിശബ്ദമായിരുന്നു എന്ന് പറയുന്നു. ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനർ അല്ലെങ്കിൽ സൈക്കോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിച്ചത്, ഇത് ആളുടെ ഇൻബോൺ ടാലന്റ് ആണോ അതോ അക്വേർഡ് സ്കില്ലാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നീട് അതേപോലെ ഒരാൾക്ക് അമേരിക്കയോ യൂറോപ്യൻ രാജ്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ ആൾക്കാരെ തന്നെ കീഴടക്കുവാൻ എത്ര നാളുകൾ കാത്തിരിക്കേണ്ടി വന്നു? ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ശ്രീ രവിശങ്കർജി, അദ്ദേഹം US പോയിട്ട് ഒരുപാട് ശിഷ്യരുണ്ട്. ഗുരുജി ജഗ്ഗി വാസുദേവന് ശിഷ്യരുണ്ട്. ഇവരൊക്കെ ഉപയോഗിക്കുന്നത് അവർ വളർത്തിയെടുത്ത സ്കില്ലുകളാണോ അത് അവർക്ക് ജന്മന കിട്ടിയതാണോ? നമ്മളൊന്ന് ഉള്ളിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. ജപ്പാനിൽ ഇതിനേക്കാൾ വിദഗ്ധരായിട്ട് ഉള്ള ഗുരുനാഥന്മാരുണ്ട്. അറേബ്യയിലുണ്ട് 9 നബിമാരുണ്ട്. അതിൽ മുത്തുനബിയൊക്കെ ഉപയോഗിച്ചിരുന്ന ചില സിദ്ധാന്തങ്ങൾ നമ്മുടെ യോഗസൂത്രത്തോളം പോലെ തന്നെ മഹത്തരമായ സിദ്ധികളുള്ള ആളുകൾ, പ്രക്രിയകളുള്ള ആളുകളാണ്. അപ്പൊ സ്വാമി വിവേകാനന്ദൻ ഉപയോഗിച്ചിരുന്നത് എന്താണ്? അദ്ദേഹത്തിന് ഇവർക്കെല്ലാം കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അവരുടെ പ്രമാണം ശാസ്ത്രമായിരുന്നു. അവര് നീതിശാസ്ത്രത്തെ, അതായത് ഭാരതീയ ശാസ്ത്രത്തെ, ശ്രുതിയെ, കൃത്യമായിട്ട് പറഞ്ഞ ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചവരാണ്. നമ്മുടെ വീടുകളിലെ എന്താണ് പ്രമാണം? അങ്ങനെ ഒരു പ്രമാണം നമുക്കുണ്ടോ? ഞാൻ ചോദിക്കുന്നത് NSS ഉണ്ടോ എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ പേഴ്സണലി നമുക്കൊരു പ്രമാണമുണ്ടോ? ആ ഒരു പ്രമാണം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അറിവ് തന്നെ വരുന്നതാണ്. തന്നെ വരും അറിവ്, നമ്മുടെ ഗുരു പരമ്പര തന്നെ കൊണ്ടുവരും. ഞാൻ വന്ദനത്തിൽ ശ്ലോകത്തിൽ എന്നാ ചൊല്ലിയതാണ്, വന്ദേ ഗുരു പരമ്പര. ഗുരു പരമ്പര എന്ന് പറയുന്നത് സദാശിവ സമാരംഭം, ശിവനിൽ നിന്ന് ആരംഭിക്കുന്നു. ശങ്കരാചാര്യ മധ്യമാം, ശങ്കരാചാര്യ പോലെ മധ്യത്തില് ഏറ്റവും ടോപ്പില് ശിവനുണ്ട്, നടുവില് ശങ്കരാചാര്യരുണ്ട്. അസ്മദാചാര്യ പര്യന്തം നമ്മുടെ ആചാര്യന്മാരുണ്ട്. ഓക്കെ, കാരണം വേദത്തിൽ പറഞ്ഞത് ശിവൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല, ശിവൻ ഉപയോഗിച്ചിരുന്ന ഭാഷ കാര്യമാണ്. അതിനെ ഗുരുനാഥന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ശങ്കരാചാര്യർ ഒരു തിരിച്ചറിവ് നൽകി കൊടുത്തു. ആ അറിവിന്റെ ബലത്തിലാണ് നമ്മുടെ ഗുരുനാഥന്മാര് പഠിച്ചത്. ആ പഠിച്ചത് നമുക്ക് പകർന്നു തരുന്നു. ഈ അറിവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിവ് അനന്തമാണ്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഉപയോഗിക്കാൻ പറ്റുന്ന അറിവുകളെ നമ്മൾ പഠിപ്പിക്കാവൂ. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനെല്ലാത്തിനും ഒരു അപ്ലിക്കേഷൻ വശം ഉണ്ട്. വേദം പഠിച്ചതിന് മാത്സില് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. കാൽക്കുലേറ്റർ ഗുണിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 5 സെക്കൻഡ് 4 സെക്കൻഡ് വേണം നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്തെടുക്കാൻ. പക്ഷെ 1 സെക്കൻഡ് പോലും എടുക്കാതെ നമ്മുടെ കുട്ടികൾക്ക് പറയാൻ പറ്റും. ഞാൻ അതെല്ലാം വഴി ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വേദഗണിതം എന്ന് പറഞ്ഞ പുസ്തകം കിട്ടും, 50 രൂപ 60 രൂപ കൊടുത്ത പുസ്തകം കിട്ടും. ആ പുസ്തകത്തിലെ ആദ്യത്തെ 3 പേജ് കുട്ടികളെ പഠിപ്പിച്ചാൽ തന്നെ കുട്ടികൾ സാധാരണ കാൽക്കുലേറ്ററിനേക്കാൾ ബുദ്ധിശക്തി അവർക്ക് കിട്ടും. അങ്ങനെ എന്നിരിക്കലേ നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ഉപയോഗിക്കാത്തത്? അപ്പൊ നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ശ്രുതിയാണ്. ശ്രുതിയെ പ്രമാണമായിട്ട് സ്വീകരിച്ച കഴിവുകൾ തന്നെ നമ്മിലേക്ക് ഒഴുകിയെത്തുന്ന സ്വാമി വിവേകാനന്ദന്റെ, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ എല്ലാം, ഈവൻ ശ്രീ ഗുരുജിയുടെയും എല്ലാം ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അറിവ് തന്നെ വരും, അറിവ് തന്നെ വരേണ്ടതാണ്. അറിവ് തന്നെ വരേണ്ടതാണ്, മറ്റൊരാളിലേക്ക് കുത്തിവെക്കപ്പെടേണ്ടതല്ല. അതുകൊണ്ടാണ് വീടുകളിൽ നമുക്ക് കുട്ടികളോട് പറയേണ്ടി വരുന്നത്, നീ അത് ചെയ്യേ, ഇത് ചെയ്യേ, മറ്റത് ചെയ്യേ, മറിച്ചത് ചെയ്യുമെന്ന് പറയേണ്ടി വരുന്നത്. എൻ്റെ അമ്മ ഇതുവരെ ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തിരിച്ചറിവ് വന്ന കാലം തൊട്ട് പറഞ്ഞിട്ടില്ല. പകരം ഉദാഹരണങ്ങൾ കാണിച്ചു തരുമായിരുന്നു. അതിനുവേണ്ടി ചെയ്തിരുന്ന ഒരു കാര്യമാണ് എന്നോട് പറഞ്ഞിട്ട് നമ്മൾ ഒരു സംസ്കൃത സമ്മേളനം ഉദ്ദേശിച്ച് വലിയ സമ്മേളനമല്ല, അവരുടെ പിയർ ഗ്രൂപ്പ് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മോന് വേണ്ടി ചെയ്തത് നല്ല സത്സംഗങ്ങൾ ഉണ്ടാക്കിയിരുന്നു, നല്ല ആചാര്യന്മാരുടെ അടുത്തേക്ക് അടുപ്പിച്ചു കൊടുത്തു. ബാക്കി തന്നെ വരും, അവരുടെ ആശീർവാദവും അനുഗ്രഹത്തോടു കൂടി തന്നെ കയറി വരും. നമ്മൾ പഠിച്ച ഭാരതീയമായ അറിവുകളെല്ലാം അങ്ങനെയായിരുന്നു. അറിവ് തന്നെ ഉണ്ടാകും, പുസ്തകം വായിച്ചുണ്ടാക്കുകയല്ലായിരുന്നു. പുസ്തകം വായിക്കണം. അപ്പൊ പ്രമാണ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ വരികയാണെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, അങ്ങനെയുള്ള ശാസന, നെഗറ്റീവ് സ്ട്രോക്കുകളിൽ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് എല്ലാം നെഗറ്റീവ് സ്ട്രോക്കുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ തലയിൽ പറഞ്ഞ സാധനം അല്ലാട്ടോ,
സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമാണ് സ്ട്രോക്ക്. ഞാനിവിടെ വന്ന സമയത്ത് എനിക്കൊരു പോസിറ്റീവ് സ്ട്രോക്ക് ആയിരിക്കും. നാട്ടിലൊന്നും ഒരിക്കലും കിട്ടാത്തൊരു കാര്യം, ഒരാളെ പറ്റി നല്ലത് പറയാന്നുള്ളത്. അപ്പൊ നല്ലത് പറഞ്ഞു, ഒരു പോസിറ്റീവ് സ്ട്രോക്കോടുകൂടി ഞാൻ ഇതിലേക്ക് വന്നു. അതുപോലെ അവിടെ കുട്ടികൾ പ്രോഗ്രാം നടത്തിയ സമയത്ത് നമ്മളെല്ലാവരും കൈയടിച്ചു. അതൊക്കെ ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ്. വീടുകളിൽ ഈ പോസിറ്റീവ് സ്ട്രോക്കുകൾ കിട്ടി വളരുന്ന കുട്ടികളാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നതും അവരാണ് ധർമ്മം പുലർത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. മറിച്ച് നെഗറ്റീവ് സ്ട്രോക്കുകൾ കിട്ടിക്കൊണ്ട് വരുന്ന കുട്ടികൾ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും? നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും. ഈ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പണ്ട് ഒരുപാട് വേദികൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ക്ഷേത്രം, നമ്മുടെ ആഘോഷങ്ങള്, ആചാരങ്ങള്. ഇതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ട് അക്കട്ട് നമുക്ക് നീ ഇന്നത് ചെയ്താൽ എന്റെ മോന് ഇന്ന ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞു പഠിപ്പിക്കലൊക്കെ എളുപ്പമല്ല. പകരം ആകെ കൂടി നമുക്ക് നടക്കുക, അത് ആചരിക്കുക എന്നുള്ളതാണ്. ആചരണത്തിൽ കൂടെ ഇത് കയറി വരേണ്ടതാണ്. അധികം സമയം എടുക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിക്കുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കരുത്. പകരം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള പ്രമാണ ഗ്രന്ഥങ്ങള് മാക്സിമം 10 മിനിറ്റ് എന്നോട് തുടങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ അത്ര എടുക്കുന്നില്ല, ഞാൻ 5 മിനിറ്റിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കാം. അപ്പോ ഒറ്റ കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നമ്മൾ നമ്മുടെ പ്രമാണമായ ശ്രുതിയിലേക്ക് തിരിച്ചു പോകണം, അത് പഠിക്കണം. എന്നിട്ട് നമ്മൾ വിവേചിച്ചറിയണം. കാരണം വിവേചിച്ചറിയാനുള്ള ശേഷി നാട്ടിലൊക്കെ പല പരിപാടികളും പറയും, ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല, നാളത്തെ തലമുറയ്ക്ക് അറിയില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ മാത്രം നല്ലതാണ്. ഞാനും ചെറുപ്പകാലത്ത് വിചാരിച്ചിരുന്നു ഈ വയസ്സായ ആൾക്കാരൊക്കെ ഈ NSS മാറിയിട്ട് കുറെ ചെറുപ്പക്കാർ വരണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ചെറുപ്പക്കാർക്കാണ് ഇതിനുള്ള കഴിവെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വന്നപ്പോ എന്നെ എല്ലാവരും അങ്കിളെന്ന് കളിക്കണേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനും ഇപ്പൊ പഴയ പോലെ ചെറുപ്പല്ല. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് പിള്ളേരൊന്നും പോരാ, കുറച്ച് പക്വതയ്ക്കുള്ള ആൾക്കാർ വരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ പ്രായോഗികത എന്ന് പറയുന്നത് തലമുറ കൂടുമ്പോൾ അത് കൂടി വരും. കാരണം എൻ്റെ അച്ഛനുണ്ടായിരുന്ന ചില കഴിവുകളും മുത്തച്ഛനുണ്ടായിരുന്ന കഴിവുകളും എനിക്കുണ്ട്. ഒരുപക്ഷെ എൻ്റെ മകൻ, അപ്പൊ ഞാൻ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവണം എൻ്റെ അച്ഛനേക്കാൾ. അങ്ങനെയാണ് എൻ്റെ അച്ഛനും ആഗ്രഹിക്കുന്നത്. എന്നേക്കാൾ സ്ട്രോങ്ങർ ആവണം, നല്ലതാവണം എൻ്റെ മകൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ വശങ്ങൾ അവർക്ക് കൂടി വരും. പക്ഷെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ അറിയുമ്പോഴും പ്രായോഗികത അറിയുമ്പോഴും എന്തു വേണം? പ്രമാണം. അവർക്ക് സത്യമേത് ധർമ്മമേത് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അവരെവിടെ പോയി കഴിഞ്ഞാലും എത്ര പൊട്ടക്കുളത്തിൽ ചെന്നിട്ട് കഴിഞ്ഞാലും തിളങ്ങി നിൽക്കും എന്നുള്ളതാണ്. മന്നത്ത് ആചാര്യൻ NSS ഉണ്ടാകുന്ന സമയത്ത് എല്ലാ നായന്മാരും ധർമ്മിഷ്ഠരായിരുന്നില്ല. എന്നിട്ടും ആ ടീമിന്റെ ഇടയിലും ആചാര്യൻ ധർമ്മിഷ്ഠനായിട്ട് നിലകൊണ്ടത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ കനൽ സ്ട്രോങ് ആയിരുന്നുകൊണ്ടാണ്. ഉള്ളിൽ നല്ല കനലുണ്ടെങ്കിൽ എവിടെ ആവണം, എവിടെ കത്തണം, എവിടെ ലൈറ്റ് ഫ്ലെയിം ആവണം എന്നുള്ളത് കനലിൽ തന്നെ ഊതിയെടുക്കാൻ പറ്റുന്നതാണ്. ബുദ്ധമതത്തിന് പറ്റിയത് നിങ്ങൾക്കറിയാം. ശ്രീബുദ്ധൻ വിഭാവനം ചെയ്ത ബുദ്ധമതം. ഇപ്പൊ നമ്മള് വീടുകളിലെ ബുദ്ധന്റെ പ്രതിമ സ്റ്റാച്ചു ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ്. പുതിയ വീട് ബോംബെയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. നാട്ടിൽ വീട് പണിത പ്രധാനമാണ് എന്ത്? ശ്രീബുദ്ധനെ വെക്കണമെന്നുള്ളത്. കാരണം മെഡിറ്റേഷന്റെ പ്രതിരൂപമാണ് ശ്രീബുദ്ധൻ. മെഡിറ്റേറ്റിംഗ് അവസ്ഥയുടെ പ്രതിരൂപമാണ്. ആ തലയിൽ കിരീടം വെച്ച ബുദ്ധന്റെ ഫോട്ടോ പ്രതിമയില്ലാത്ത വീടുകൾ നാട്ടിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നോക്കിയറിയാം. പക്ഷെ ബുദ്ധന്റെ എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് ഒന്നുമില്ല. മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ കാം ചെയ്യുക. കുട്ടികളുടെ മനസ്സ്, വരുന്നവരുടെ മനസ്സ് കാമാവും. പല വീടുകൾ ഈ അടുത്ത് എന്റെ ബന്ധുക്കൾ എന്റെ വീട് പണിതൊന്ന് 2 വീടുകൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ബുദ്ധുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനാ ബുദ്ധനെ വെച്ചിനെ? അപ്പോൾ എന്റെ ബുദ്ധൻ നല്ലല്ലേ? അവർ ബുദ്ധൻ നല്ലതാണ്. ഞാൻ റെയ്ക്കി എന്ന വിദ്യ പഠിച്ചിട്ടുണ്ട്. അത് ഭാരതീയമായ വിദ്യ പിന്നീട് ജപ്പാനിലേക്ക് പോവുകയും ജപ്പാൻകാരെ അതിനെ കാച്ചി കുറുക്കിയെടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തതാണ്. മിക്കാവോ ഉസൂയി എന്ന് പറയുന്ന ഡോക്ടർ മിക്കാവോ ഉസൂയി കാച്ചിയെടുത്തൊരു സംഭവമാണത്. അതിലെ ബുദ്ധനെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ബുദ്ധിസമാണ് അതില്. അത് ഞാൻ ഇപ്പോഴും കഴിഞ്ഞ 22-24 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഞാൻ ബുദ്ധനെ ആരാധിക്കുന്നതാണ്, ശ്രീബുദ്ധനെ ആരാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റിന്റെ മനസ്സ് പെട്ടെന്ന് കാമാവും. അപ്പൊ ഞാൻ ചോദിച്ചു ബുദ്ധനെ അറിയുന്ന ആളാണെങ്കിലല്ലേ കാമാവുള്ളൂ, ബുദ്ധന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് കാമാവില്ല? അപ്പൊ ആൾ പറഞ്ഞില്ല ബുദ്ധന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് കാമാവില്ല. ഇനി ഫോട്ടോ മാത്രം അറിഞ്ഞാൽ പോലല്ലോ, ബുദ്ധൻ എന്താണെന്നും ബുദ്ധൻ അനുഭവിച്ചത് എന്താണെന്നും അദ്ദേഹത്തിന് അറിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സ് കാമാവുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി, അദ്ദേഹത്തിന് അനുഭവിച്ചതേ കാമാവുള്ളൂ. അല്ല ചേട്ടൻ എങ്ങനെയാണ് അനുഭവിച്ചത് ചോദിച്ചാൽ ഞാൻ അനുഭവിച്ചല്ലേ, ഇനി അനുഭവിക്കണം. ശരി, ഓൾ ദി ബെസ്റ്റ്, ഇങ്ങനെ അനുഭവിക്കാൻ പറ്റിയ പറഞ്ഞു. അപ്പൊ ബുദ്ധമതത്തിന് പറ്റിയത് അവര് പ്രമാണദ്വയത്തെയാണ് അംഗീകരിച്ചിരുന്നത്. ബുദ്ധമതം വിശ്വസിച്ചിരുന്നത് പ്രമാണദ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവരെല്ലാ കാര്യത്തെയും വ്യാഖ്യാനിച്ചത്. നമ്മുടെ അനുഭവത്തിൽ എന്ത് വരുന്നു അതിനെ പ്രമാണമായി കാണും. അതുകൊണ്ട് എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ ബുദ്ധന് ശേഷം വന്ന ആളുകൾ അവരും എന്ത് ചെയ്തു, അവരെ അനുഭവത്തെ പ്രമാണമായിട്ടെടുത്തു. നമുക്ക് എന്താണ് അനുഭവം, ആ അനുഭവത്തിന്റെ റിസൾട്ട് എന്താണ്, ഈ അനുഭവത്തിനെയും റിസൾട്ടിനെയും പ്രമാണമായിട്ടെടുത്ത് അവർ പ്രവർത്തിച്ചു. പിന്നീട് 1-2 തലമുറയ്ക്ക് ശേഷം ധർമ്മിഷ്ഠരല്ലാത്ത ആളുകൾ വരികയും അവരെല്ലാവരും അവരുടേതായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. എൻ്റെ അനുഭവം എന്താണോ അതിനെപ്പറ്റി ഞാൻ പറയുന്നു. കേരളത്തിന്റെ പുറത്ത് എല്ലാ മലയാളികളും നല്ലതാണ്. കാരണം എന്താണെന്ന് ഞാൻ പൻവേൽ വന്നപ്പോൾ എനിക്ക് നല്ല സ്വീകരണമായിരുന്നു, നല്ല ആളുകളായിരുന്നു, നല്ല പ്രവൃത്തിയായിരുന്നു. ഞാൻ പറയുന്നു കേരളത്തിന്റെ പുറത്ത് എല്ലാവരും നല്ലതാണ്. ഇതാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വരുന്നത്. അതിന് ചില മലയാളികൾ നല്ലതല്ലാന്നില്ലേ. അങ്ങനെ വന്നപ്പോൾ ആ ഒരു മതവിഭാഗം തന്നെ വളരെ ശോഷിക്കപ്പെട്ടു. ഭാരതത്തിലെങ്കിലും പുറത്തുള്ള അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. അല്ലെ, ഇന്ന് ബുദ്ധന്റെ ഫോളോവേഴ്സ് ഒരുപാടുണ്ട്. പക്ഷെ ബുദ്ധമതത്തിന്റെ ഫോളോവേഴ്സ് കുറഞ്ഞു പോയത് അവര് ബുദ്ധിസം ശ്രുതിസ്മൃതികളെ പ്രമാണമായി കണ്ടിരുന്നില്ല. അവർക്ക് പ്രമാണത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അവർ അനുഭവത്തിലായിരുന്നു കൂടുതൽ വിശ്വാസം. മെഡിറ്റേഷൻ ചെയ്തിരുന്നു. മെഡിറ്റേഷൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവരെ വ്യാഖ്യാനിച്ചു. അവർക്ക് പ്രമാണം ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലേക്ക് നായർ സമുദായമോ മലയാളി സമുദായമോ നമ്മുടെ സംസ്കൃതിയോ, ഞാൻ പറയുന്നത് നായർ മാത്രം വളരണം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല, എല്ലാവരും വളരണം. അപ്പൊ നമ്മുടെ സമുദായം മലയാളിത്വം അല്ലെങ്കിൽ ഭാരതീയത്വം, ഭരതത്വം, സനാതനം, ഇതെല്ലാം ഒരു കോയിന്റെ രണ്ടല്ല പല വശങ്ങളാണ്. ഒരേ കാര്യത്തിന്റെ പല വശങ്ങളാണ് ഇതൊക്കെ. ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, സമാധാനവും സംസ്കൃതിയും എല്ലാം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് പ്രമാണമാണ്. ഞാൻ ബുദ്ധമതത്തെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ പ്രമാണം ഇല്ലാതിരുന്നത് കൊണ്ട് ചില ദോഷങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീടിനൊരു പ്രമാണം ഉണ്ടാകണം, ഒരു ആചാര്യൻ ഉണ്ടാകണം. ഞാനിവിടെ വരുന്നതിന് മുൻ തന്നെ ഇവിടെ അങ്ങനത്തെ പ്രവൃത്തികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീമതി ഗീത നമ്പേരെന്ന് ആദരിക്കുന്നുണ്ട് തോന്നുന്നു. അവിടെ ഞാൻ അവരുടെ ട്രോഫിയിൽ അവരുടെ പേര് കണ്ടിരുന്നു, അവരുടെ ട്രോഫിയിൽ. അപ്പൊ അവരൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്ത് ഇനീസിയേഷൻ എടുക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഗുരുനാഥന്മാര് ഒരുപാട്, ഞാൻ അവരുടെ പേരെടുത്ത് പറയാനുള്ള കാരണം എൻ്റെ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഗുരുത്വം ഒരു പരമ്പരയിൽ പെടുന്ന ആളായതുകൊണ്ട് ആ പേര് കണ്ടപ്പോൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഗുരുക്കന്മാർ നമുക്ക് ഉണ്ടാവണം, സമ്പ്രദായങ്ങൾ ഉണ്ടാവണം. ആ സമ്പ്രദായങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നാട്ടിലൊക്കെ വേദമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ജാതി മതസ്ഥരും വേദം പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നാടിന്റെ നന്മയ്ക്കാണ് വേദം നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മുടെ സ്വനന്മയും സ്വന്തം നമ്മുടെ വീടുകളിലെ എല്ലാ അംഗങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ആസ് എ ഫാമിലി നമ്മുടെ ഡെവലപ്മെന്റിനും അഭിവൃദ്ധിക്കും അത് വളരെ സഹായകമാണ്. അപ്പോൾ അങ്ങനത്തെ ഇനീസിയേഷൻസ് ഉണ്ടാക്കുന്നതിന് ഇവിടുത്തെ NSSനും സാധിക്കട്ടെ. അതിനു വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുവാൻ നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് സാധിക്കണം. അത് നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. ഞാൻ ബുദ്ധമതത്തെ പറ്റി പറഞ്ഞത് ഒരു വരിയും കൂടി പറഞ്ഞ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ ബുദ്ധമതം എന്ന് അവർക്ക് തോന്നിയ അവരുടെ പ്രാക്ടിക്കലി പ്രായോഗികതയിൽ വന്നിട്ട് അവർക്ക് ശരിയെന്ന് തോന്നിയത്, പ്രവർത്തിച്ചു നോക്കിയിട്ട് ശരിയെന്ന് തോന്നിയത് അവർ ചെയ്തു പോയി. ഇത് തന്നെ ഇതിന്റെ ഒരു മിനിയേച്ചറാണ് ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? എൻ്റെ വീട്ടിലെ എനിക്കൊരു വോയിസ് ഉണ്ടായത് ഞാൻ 2 ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്. ഞാൻ ആദ്യമായിട്ടൊരു പ്രഭാഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛനും തോന്നി, അച്ഛനും കുഴപ്പമില്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടോട്ടെ തോന്നി. പിന്നെ ഞാൻ എന്തെങ്കിലും മിണ്ടുമ്പോ അച്ഛൻ എതിർക്കില്ല, അവിടെ നിന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പോ പക്ഷെ ഇന്ന് കാലത്ത് എൻ്റെ മകനാണ് തീരുമാനിക്കുന്നത് എൻ്റെ വീട്ടില് നാളെ ഭക്ഷണം എന്ത് വേണമെന്നത്. അവൻ വിളിച്ചു പറയും, അമ്മ നാളെ എനിക്ക് ഇന്ന സാധനം വേണം, അതേ ഞാൻ കഴിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി കുട്ടി ചോറ് തിരിച്ചു കൊണ്ടു, ഫുഡ് തിരിച്ചു കൊണ്ടു. നാസ്ത കൊടുത്തേക്കണം. ഞാൻ നാസ്ത എന്നൊക്കെ പറയണ്ടേ, ഹിന്ദിയൊക്കെ വല്ലപ്പോഴും വാക്കൊക്കെ പറയും, എനിക്ക് മനസ്സിലാവുന്ന അറിയില്ല. അതുപോലെ ലഞ്ച് കൊടുത്തേക്കണം. പക്ഷെ കുട്ടിയാണ് തീരുമാനിക്കുന്നത്. കല്യാണത്തിന് പോണോ വേണ്ടയോ, അച്ഛൻ പോണോ വേണ്ടയോ എന്നുള്ളത് കുട്ടികളെ തീരുമാനിക്കുന്നത്. അവർ പറയും എനിക്ക് വയ്യ, എനിക്ക് പഠിക്കാനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം. അപ്പൊ തീരുമാനങ്ങൾ അവരെടുക്കുന്നത്. ഈ തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു തെറ്റുമില്ല. കുട്ടികൾക്ക് നമ്മളെക്കാൾ നല്ല രീതിയിൽ ചിന്തിക്കാനോ വിഭാവനം ചെയ്യാനോ ഉള്ള ശേഷിയുണ്ട്. പക്ഷെ ആ വിഭാവനം ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവർക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്. നാട്ടിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാല് പെൺകുട്ടികളൊക്കെ കല്യാണം വേണ്ടെന്ന് പറയുന്നത്.
പണ്ട് 18-20 വയസ്സാകുമ്പോൾ അച്ഛനന്മാർക്ക് ആദ്യം കൊടുക്കും, 22-29 കല്യാണം കഴിപ്പിക്കും. അത് കഴിഞ്ഞ് ഒരു 24-25 ദിവസം, മാക്സിമം 24 ദിവസം അമ്മമാരാകും. അവരെ ഒരു പ്രായം എത്തി വയസ്സൻ എന്ന് തോന്നുന്നേക്കാൾ മുന്നേ തന്നെ അവർക്ക് കുട്ടികളുണ്ടാവും, അങ്ങനെ ഫാമിലി സെറ്റിൽ ആവും. ഇതായിരുന്നു കാലഘട്ടം. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തില് പെൺകുട്ടികൾ മുഴുവൻ പറയുന്ന കല്യാണം വേണ്ടെന്ന്. എന്റെ നാട്ടിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല് 25-26 വയസ്സിലും മേലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. കല്യാണം വേണ്ട തീരുമാനം വരികയാണ്. അച്ഛനമ്മമാരുടെ കയ്യിലൊന്നും പറയാനില്ല. പുതിയ സമൂഹത്തിലും പുതിയ നിയമവ്യവസ്ഥ അനുസരിച്ച് പറയാൻ പറ്റില്ല, ആർക്കും ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. അത്രയും സോഷ്യലിസം പ്രകടമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യവുമാണ്. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം, അവകാശങ്ങൾ കൊടുക്കണം. പക്ഷെ ഇതിന്റെ അനന്തര ഫലം എന്താണ്? അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് തീരുമാനം എടുക്കുന്നുള്ളത് എന്നത് മാത്രമാണ് കാര്യം. കാരണം അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കഴിവുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. കാരണം പ്രൊഫഷണൽ കോളേജുകളിലും കൂടുതൽ ഫോർവേഡ് ആയിട്ടുള്ള സമൂഹത്തിലും ഇടപെട്ട് വളർന്നു വന്നവരവര്. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരുപാട് ഇൻക്യുബേഷൻസ് ഉണ്ട്. നമ്മളെന്ന് പറയുന്നത്, എനിക്ക് 41 വയസ്സായിരുന്നു, എന്നേക്കാൾ മുതിർന്ന ആൾക്കാരുണ്ട്. അവരുടെയും കൂടി പ്രതിനിധിയായിട്ടുകൊണ്ട് ഞാൻ പറയാണ്, നമുക്കൊക്കെ ജീവിച്ചിരുന്നേക്കാൾ കൂടുതൽ ഫോർവേഡ് ആയിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഫോർവേഡ് ആയിട്ടും നല്ല രീതിയിലും ക്രിയേറ്റീവ് ആയിട്ടും ചിന്തിക്കാൻ കഴിയുന്ന തലമുറയാണ്. പക്ഷെ അവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചിന്തിക്കുന്നത്? അവരുടെ ചിന്തയുടെ മൂല കാരണങ്ങൾ എന്താണ്? അടിസ്ഥാനം എന്താണ്? ഈ അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ചുമതല NSS പോലെയുള്ള സംഘടനകൾ ഏറ്റെടുക്കേണ്ട കാലഘട്ടം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ആ സാംസ്കൃതിക പൈതൃകം അവരിലേക്ക് പകരുകയോ അല്ലെങ്കിൽ പുതിയൊരു സംസ്കൃതി ഉണ്ടാക്കിയെടുക്കുകയോ ഉള്ളിന്റെ ഉള്ളിൽ ആ കനൽ ഇട്ടുകൊടുക്കുകയോ ചെയ്യേണ്ട ചുമതല ഏറ്റെടുക്കുവാൻ പൻവേലിലെ NSS സുസജ്ജമാണ് എന്നുള്ളതാണ് എനിക്ക് 2 ദിവസം കൊണ്ട് എന്റെ കാഴ്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും ഒരു പുസ്തകത്തിൽ നിന്നും വായിച്ചോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് കേട്ടോ പറഞ്ഞല്ല, എന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഇവിടുത്തെ NSS കരയോഗത്തിന് സാധിക്കട്ടെ. നിങ്ങൾ അതിനു വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. അങ്ങനെ നമ്മൾക്ക് നല്ല ഒത്തൊരുമയുള്ള സമൂഹത്തെ എന്നല്ല ഞാൻ പറയുന്നത്, ഒത്തൊരുമയുള്ള കുടുംബങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ കുടുംബങ്ങൾ നല്ല സമൂഹത്തെ സൃഷ്ടിക്കട്ടെ. അതിനെ നമുക്ക് ഏതൊക്കെ റിസോഴ്സ് ഉണ്ടോ ആ റിസോഴ്സിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. കരയോഗ പ്രവർത്തനങ്ങളിലേക്ക്, NSSന്റെ പ്രവർത്തനങ്ങളിലേക്ക്, സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക്, ക്ഷേത്രങ്ങളിലെ പ്രവർത്തനങ്ങളിലേക്ക്, SNDPയുടെ പ്രവർത്തനങ്ങളിലേക്ക്, മറ്റുള്ള പല സമുദായക്കാരും ഇരിക്കുന്നുണ്ട്. ഇവരിലൊക്കെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വസമുദായങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് കുറച്ചെങ്കിലും സമയം കണ്ടെത്തണം. അതുവഴി നല്ല ആരോഗ്യമുള്ള സാമൂഹിക വ്യവസ്ഥിതി കെട്ടിപ്പടുത്താൻ നമുക്ക് ഏവർക്കും സാധിക്കണം. ഈ സാമൂഹിക വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുന്നതിൽ നമുക്ക് വന്ന ഒരു അപചയമാണ് ഇന്നിപ്പോ നാട്ടിലെ ബിസിനസ്സൊക്കെ നടത്തുന്നവരോട് ചോദിച്ചാൽ അവർ പറയും കച്ചവടം കുറവാണ് പറയും. ഹോട്ടൽ നടത്തുന്ന, എൻ്റെ നാട് ഒല്ലൂരാണ്, എടക്കുന്നി, തൃശ്ശൂരിനടുത്ത് എടക്കുന്നി എന്ന് പറയുന്ന 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ദുർഗാ ക്ഷേത്രത്തിന്റെ സമീപത്താണ് ഞാൻ താമസിക്കുന്നത്. വളരെ പ്രമാദമായ വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉള്ള സ്ഥലത്ത് തൃശ്ശൂരിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ മുതലാളിയോട് ഞാൻ കഴിഞ്ഞ ദിവസം വർത്താനം പറഞ്ഞപ്പോൾ നമ്മൾ കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ ബിസിനസ് ഒക്കെ എങ്ങനെയാണ് ചോദിച്ചപ്പോൾ കച്ചവടം വളരെ മോശമാണ്. ഈ കച്ചവടം മോശമായതിന്റെ പിന്നിലെ കാരണം മലയാളികൾ ഭക്ഷണം കഴിക്കാൻ കുറച്ചിട്ടല്ല, ഇപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടിയിട്ടേ ഉള്ളൂ. ദിനം പ്രതി കൂടിക്കൊണ്ടുവരിക. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കൂടിയിട്ടേ ഉള്ളൂ. നാട്ടിൽ സ്വിഗ്ഗി വരാത്ത വീടുകള് 20% പോലും ഉണ്ടാവില്ല. എല്ലാ വീടുകളിലും സ്വിഗ്ഗി എത്തുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് പട്ടണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പൊ ആൾക്കാർ ഭക്ഷണം കഴിക്കൽ കുറഞ്ഞിട്ടല്ല ഹോട്ടലില് കച്ചവടം കുറഞ്ഞത്. അതിന്റെ കാരണം ചിന്തിച്ചാല് നമ്മുടെ ഭക്ഷണങ്ങൾ കഴിക്കൽ കുട്ടികൾ കുറഞ്ഞു. നമ്മൾ മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹത്തിലും എല്ലാത്തിലും പരമ്പരാഗത ഭക്ഷണം കഴിക്കൽ കുറച്ചിട്ട് എല്ലാവരും അൽഫാമിലേക്കും കുഴിമന്തിയിലേക്കും നല്ലൊരു വിഭാഗം മാറി. പതുക്കെ കുട്ടികൾ മാറി, അതിന്റെ പിന്നാലെ വലിയവരും മാറി. കാരണം കഴിഞ്ഞ ദിവസം എന്റെ സുമേഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, 1-2 സംഭവം ഞാൻ കഴിക്കുള്ളൂ. അപ്പൊ അവൻ പറഞ്ഞു അതൊന്നുമല്ല, ചെക്കൻ ഓർഡർ ചെയ്തു, അവനാണ് സാധനങ്ങൾ കൊണ്ടുവന്നത്, അവനോട് തീരുമാനിച്ചു. അപ്പൊ പയ്യൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടു വെച്ചു. അതിന് ഫലമായിട്ടുണ്ടായത് പറഞ്ഞാല് ആ ഏരിയയിലെ ഇദ്ദേഹം ഞാൻ സമുദായത്തിന്റെ പേര് പറയുന്നില്ല, നായരല്ല, ഒരു സമുദായത്തിന്റെ മികച്ച സംഘടകനാണ്, ഭാരവാഹിയാണ്. 10-20 വർഷമായി ആ സമുദായത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായിട്ടും ഇരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് മതം വാങ്ങിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ഒരാൾക്ക് പോലും ഒരു
വ്യവസായിക്ക് പോലും ആ സമുദായത്തിലെ ഒരു വ്യവസായിക്ക് പോലും കച്ചവടം കിട്ടിയില്ല. ഒരു സമുദായത്തിന്റെ ഒരു കടയിൽ പോലും ആ പയ്യൻ സാധനം വാങ്ങിച്ചില്ല. പക്ഷെ മറ്റൊരു സമുദായത്തിന് കിട്ടിയിട്ടുണ്ടാവും, അതിനെ ഞാൻ എതിർക്കുന്നില്ല, നല്ലത് തന്നെ. പക്ഷെ ഈ വന്നേണ ഒരു ട്വിസ്റ്റ്, ഇവരിലെ ബിഹേവിയറൽ ട്വിസ്റ്റ് കുറച്ചു കാലത്തിനുള്ള ക്യാരക്ടറിൽ അത് പ്രതിഫലിച്ചു തുടങ്ങി. അങ്ങനെയാണ് സമൂഹം നശിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വത്വത്തിൽ നിലനിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരികയായിരുന്നില്ല. ഇങ്ങനെ സാമൂഹികവും സാമ്പത്തികവുമായ മേഖലകളിലേക്ക് നമ്മുടെ സ്വത്വം നഷ്ടപ്പെട്ടതിന്റെ വിപത്തുക്കൾ വളരെ കൂടുതൽ പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പെനിട്രേറ്റ് നിങ്ങളും അനുഭവിക്കുന്നു. കാരണം പ്രവാസികളുടെ കരുത്തിൽ വളർന്നു വന്ന ഒരു നാടാണ് കേരളം. ഇവിടെ ഇരിക്കുന്ന പലരും നാടിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ബുദ്ധിമുട്ടി അതിനു വേണ്ടിയിട്ട് ഇവിടെ വന്നവരാണ്. ഇതിന്റെ ഇത്തിക്കണ്ണികൾ പലരും നാട്ടിലും കിടക്കുന്നുണ്ട്. അവർക്ക് വീടുണ്ടാക്കുന്നതിനും അവരുടെ ചെലവുകൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി പണം ചെലവഴിച്ച് ഇവിടെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസി മലയാളികളെ, ബോംബെ മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ബോംബെയിൽ വന്ന് വരുന്നതാണ്. എൻ്റെ കസിൻസിൻ്റെ അടുത്തും പിന്നീട് ജോലി ചെയ്തിരുന്നതും ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ്. അപ്പോൾ ബോംബെയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ യഥാർത്ഥ പ്രവാസത്തിന്റെ അവസ്ഥ ഇപ്പൊ പ്രവാസം പിന്നീട് ഗൾഫിലേക്കും പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മാറി എന്നുണ്ടെങ്കിലും ബോംബെ മലയാളികള് കേരള സമൂഹത്തിന് നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ്. അപ്പൊ മലയാളത്തിനുണ്ടാകുന്ന കേരളത്തിലുണ്ടാകുന്ന അപജയം നേരിട്ട് നിങ്ങളെ ബാധിക്കും, നേരിട്ട്. അപ്പോ അങ്ങനെ അപജയങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ നമ്മുടെ സ്വത്വം നേടിയെടുക്കണം. അതിന് നീതിശാസ്ത്രവും ധർമ്മശാസ്ത്രങ്ങളും ശ്രുതി പ്രമാണത്തിലേക്കും നമ്മുടെ സംഘടനയും സംഘടനാംഗങ്ങളും കുടുംബങ്ങളും തിരിച്ചു പോകണം. വീടുകളിലെ ഭാഗവതവും വേദങ്ങളും വേദഭാഷ്യങ്ങളും ചർച്ച ചെയ്യപ്പെടണം. പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ചർച്ച ചെയ്യപ്പെടണം. ആചാരങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പണ്ട് കാലത്ത് ചെയ്തവർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ തെറ്റുകളെ തിരുത്തി ആചാര്യന്മാരുമായിട്ടും ശാസ്ത്രം അറിയുന്നവരും ആയിട്ടും ഒരുമിച്ചിരുന്ന് ആ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ശരിയെന്ന് ശാസ്ത്രവും നമ്മുടെ മനസ്സും പറയുന്ന കാര്യങ്ങളെ അവലംബിച്ചുകൊണ്ട് കൂടുതൽ ശക്തിമത്തായിട്ട് വരണം. വീടുകളിലെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ വ്യാപകമായിട്ടുണ്ടാവണം. വീട്ടിലെ ചർച്ചകളിൽ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലും ധാർമ്മികമായിട്ടും ചിന്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവണം. അതിന് അടുത്ത തലമുറയെയും ചെറുപ്പക്കാരെയും മുതിർന്നവരെയും പ്രാപ്തരാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ NSS ഉണ്ടാവണം. നാട്ടിലൊക്കെ NSS കൈക്കുട്ടികളെയൊക്കെ കൂടുതൽ. അപ്പൊ കൈക്കുട്ടികളി ഞാൻ പറയും, അവരുടെ ഗ്രൂപ്പ് കളിച്ചത് ഞങ്ങളുടെ ഗ്രൂപ്പ് കളിച്ചത് ശരിയായില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച പാട്ടാണ് അവര് കളിച്ചത്. ശിവനെ പ്രകീർത്തിച്ചിട്ടും സ്വയം സമർപ്പിച്ചിട്ടും നടത്തുന്ന കളിയാണ്. അപ്പൊ അതിനെല്ലാം ഭിന്നമായിട്ട് നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിനും സമൂഹത്തിന്റെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നമ്മുടെ സമുദായത്തില് ഇവിടുത്തെ കരയോഗത്തിനുള്ളില്, കരയോഗം എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ സാംസ്കാരിക സമിതിയാണ്. നായർ സാംസ്കാരിക സമിതിയില് മറ്റുള്ള കാസ്റ്റുകാരെയും മറ്റുള്ള സമുദായ അംഗങ്ങളെയും കൂട്ടുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കണം. കാരണം മന്നത്താചാര്യൻ NSS ഉണ്ടാക്കിയത് നായന്മാരുടെ മാത്രം വേണ്ടിയിട്ടല്ല. നായർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നായർ ചെല്ലുന്നേരത്തെ ഒരു ലീഡർഷിപ്പ് എടുക്കുന്ന ഒരു കഴിവുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടല്ലോ. ആ കഴിവിലേക്ക് തിരിച്ചു വന്ന് നായർ ഡെവലപ്പായി സമൂഹം ഒന്നാകെ ഡെവലപ്പാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയാണെങ്കിലും പരിപാടി അവതരിക്കുമ്പോൾ ഏതെങ്കിലും പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ലീഡർഷിപ്പിൽ 1-2 പേർക്ക് ലീഡർഷിപ്പ് ഏൽപ്പിക്കും. അവരിൽ കൂടെ മറ്റുള്ളവർക്ക് ആ ഗുണം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ സമസ്ത ബോംബെ മലയാളികൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ, മറ്റുള്ള ഭാഷക്കാർക്കും വേണ്ടി പ്രവർത്തിക്കാൻ, മറാഠികൾക്കുമായിട്ടും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെയൊക്കെ സാധിക്കുമ്പോഴും നമ്മുടെ സ്വത്വം ഉയർത്തിപ്പിടിക്കുകയും അതിലൂടെ മറ്റുള്ളവരിൽ നിന്ന് സൈമൺ മാഷ് പറഞ്ഞ പോലെ വേർതിരിച്ചു നിൽക്കുവാൻ, കൂടുതൽ നന്മ ചെയ്യുവാൻ പറ്റുന്നവരായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ടും എന്നെ ഇവിടേക്ക് ക്ഷണിച്ച, അതിനുവേണ്ടി ഒരുപാട് എഫർട്ട് എടുത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ ശശി സാറുമായിട്ടും ശിവദാസ് സാറുമായിട്ടും ഞാൻ ശിവദാസ് സാറുമായിട്ട് ഒരു ആഴ്ചയായിട്ട് സംസാരിക്കാം. അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ കിട്ടാറില്ല. തിരിച്ചു വിളിക്കുമ്പോൾ അദ്ദേഹം മിക്കവാറും പറയും, ഈ പ്രോഗ്രാമിന് വേണ്ടി ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയതാണ്, ട്രോഫിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയതാണ്. അതുപോലെ തന്നെ ശ്രീകല ടീച്ചർ അവരുടെ ഭർത്താവിന്റെ നോമിനേഷനും ഒരുപാട് പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിയും എൻ്റെ ഭക്ഷണം, താമസം, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരാളെ വിളിക്കുന്ന സമയത്ത് 2 റിസ്ക് ആണ് അവർക്കുള്ളത്. ഒന്ന്,
പുറമേ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തുന്ന സമയത്ത് കുറച്ച് ഓഡിയൻസ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇത് നാണക്കേടാന്നുള്ളത്. പക്ഷെ ആ നാണക്കേടില്ല. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പുറത്തു പോലും ആൾക്കാരെ നിൽക്കുന്ന അത്ര ഓഡിയൻസ് ഉണ്ട്. അത് ഇവരുടെ കഴിഞ്ഞ കുറെ കാലത്തെ പ്രവർത്തന ഫലമായിരിക്കും. അതിന് അവർ അഭിനന്ദിക്കുന്നു. എന്റെ അപേക്ഷമായ നന്ദി അവർ അറിയിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഈ വരുന്ന ആള് ഒരുപാട് വിഡിത്തങ്ങൾ പറഞ്ഞ് ഒരുപാട് നേരം നിങ്ങളെ ബോറടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടും ഇവർക്ക് ഇതിന്റെ ഭാരവാഹികളായിട്ട് ഇരിക്കേണ്ടതാണ്, നിങ്ങളെ ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പോ ആ ഒരു പാട്ട് എത്രത്തോളം ഞാൻ നിർവഹിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും കുറച്ചു നേരമെങ്കിലും ആരെങ്കിലും കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പഠിച്ച ശാസ്ത്രങ്ങളുടെ മേന്മയാണ്. ആ ശാസ്ത്രങ്ങളിൽ നിന്ന് വന്നതാണ്. ഞാൻ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞതില്ല, ശാസ്ത്രങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. സാധാരണ കുറച്ച് നല്ല ആലിക്കോടെയാണ് ഒഴുകിയെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ഒഴുകുമായിരുന്നു എനിക്ക് തോന്നി. അപ്പൊ ഇതിനെന്നെ ക്ഷണിച്ചതിനും എന്നെ സഹിച്ചിരുന്ന നിങ്ങൾക്ക് ഏവർക്കും അഗൈതവുമായി നന്ദി അർപ്പിക്കുന്നു. ജയ് NSS. വന്ദേ മാതരം. താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ ഓരോ പേരിലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ സാറ് പറഞ്ഞ ഓരോ ഭഗവത്ഗീതയുടെയും ഒക്കെ ഇമ്പോർട്ടൻസ് അതൊക്കെ വളരെ വാല്യൂബിൾ ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ആദരിക്കാനായി നമ്മുടെ ശശികുമാർ അങ്കിളിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. आज तुम्ही आमच्यासोबत आहात याचा आम्हाला सन्मान वाटतो. तुमचे जनसेवेसाठीचे समर्पण आणि आमच्या समाजाच्या विकासाची बांधिलकी आम्हा सर्वांना प्रेरणा देते. तुमचे दूरदर्शी नेतृत्व आणि आमच्या प्रदेशाच्या वाढीसाठी आणि प्रगतीसाठी केलेल्या अथक प्रयत्नांना महत्त्वपूर्ण परिणाम झाला आहे. या प्रशंसा amongst all of you for this function of Panvel Nayar Samskarika Samiti. I am very much honored to be amongst you for this August function. Honorable Chief Guest of the function, Deepak P. from Trichur, Kerala. Honorable C.K. Sasikumarji, who is the President of NSS Panvel. Honorable P.C. Sivdasaji, who is Secretary of Panvel NSS. Honorable P.M. Shaji, who is the Treasurer of Panvel NSS. Honorable Shri Kala Unnikrishnanji, who is Convener of this function. Honorable Ramesh Nayarji, Honorable all my colleagues, all of us who have been present over here, all the performance of today's function, all the residents of Panvel and surrounding area who are the members of NSS. I pay my regards to Mannathu Padmanabhanji, who has formed this organization in 1914, and since then the members of NSS all over India or even out of India, wherever you have been going, or all the members of NSS, whoever has gone, they have not only contributed to the well-being of the society or the NSS only, but they have contributed a lot to all the cities wherever they are staying and all the social platform of that city. And I'm very much honored to be present amongst you, as I have said, because as a resident of Panvel, you have contributed a lot to the social cause of Panvel, to the cultural platform of Panvel and holistic development of Panvel. मैं आप सभी को धन्यवाद देना चाहता हूँ कि आप सभी मिलकर न सिर्फ सोसाइटी को कंट्रीब्यूट कर रहे हैं, NSS को कंट्रीब्यूट कर रहे हैं, पर पूरे देश को कंट्रीब्यूट कर रहे हैं. आज जब देश के प्रधानमंत्री नरेंद्र मोदी जी एक नए भारत के निर्माण की बात करते हैं, तो ये नए भारत अपने कल्चर की बुनियाद के ऊपर खड़ा है. It doesn't want to shade away from the culture, but it wants its roots to be strengthened through its cultural means. और आप सभी आज यहाँ पर इस प्लेटफॉर्म पर वही दिखाने की कोशिश कर रहे हैं.
हम सभी मिलकर यहाँ पर देख रहे हैं कि किस तरीके से हम सब लोगों ने मिलकर अपने अपने यहाँ पर जीवन में यहाँ पर अलग अलग स्टेजेस होती है। जय जी जैसे सीनियर मेंबर्स देखे हमने, यंगस्टर्स देखे, तो ये सारे एज ग्रुप में भी जब हम देखते हैं कि एक ग्रेस है, हमने जस्ट शर्ट पैंट टाई कोट पहनने से हम लोग कोई संस्कारों से बड़े नहीं बनते, पर अपने संस्कारों को आगे लेकर जब हम अपने ट्रेडिशनल वेयर को भी साथ में कैरी करके चलते हैं तो नई जनरेशन्स को हम वो संस्कार इनहेरिट करते रहते हैं। तो मैं समझता हूँ कि आज का फंक्शन 365 दिन में एक दिन होगा, पर ये एनएसएस के लिए एक बहुत ही महत्वपूर्ण, बहुत ही इम्पोर्टेंट ऐसा दिन है। और ऐसे दिन पर हमारे केरल से लेके सारे साथी आपको विश करने के लिए आए हैं। मैं इन सबका भी पनवेल की ओर से स्वागत करना चाहता हूँ। हम सभी जानते हैं कि फ्रॉम 17th of April Panvel will be marked on the map, aviation map of India, and from July onwards Panvel will be marked on the global or international map, and too many flights will be flying from Panvel to all over cities of the world. In that way दुनिया का कल्चर इंडिया में आ जाएगा। तो जब दुनिया का कल्चर यहाँ पर आएगा, हमको उनको दिखाना है कि our generations who have lived over here, they are very much strong within themselves through their culture. तो ये कल्चर हमको आज अगले जनरेशन्स को देना है, ताकि हमारे बच्चे पनवेल में रहेंगे, दुनिया में कहीं भी जाएं, पर अपने कल्चर को, अपनी विरासत को नहीं भूल पाएंगे। आने वाले समय में यहाँ पर नए नए बिजनेसेस अपॉर्चुनिटीज होगी, नए जॉब अपॉर्चुनिटीज होंगे, और उनके साथ साथ यहाँ पर पॉपुलेशन और बढ़ेगा। यहाँ पनवेल से पीछे की ओर जितना यहाँ पर पॉपुलेशन देख रहे हैं, इससे डबल पॉपुलेशन you will be seeing, new cities will be emerging in this Naina area. But the people of today's generation have the responsibility of transforming their next generation into a cultured civilization. और ये जिम्मेदारी उठाने के लिए आज का कार्यक्रम would be more effective, it will be more memorable. I wish all the best to today's function and all the functions or all the all sort of new functions whatever you will be arranging throughout the year. I thank all of you for honoring me on this prestigious occasion, and I would like to say I am very much with all the well-being of this NSS society, and whenever you want your MLA to be present amongst you for all the challenges also, I will stand first along with you for all those functions. Thank you very much. Jai Hind. ന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മുടെ NSS കുടുംബസംഗമവും മന്നൻ ജയന്തി ആഘോഷവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ആശംസകൾ അറിയിക്കുക എന്നതാണ് എൻ്റെ പ്രഥമ കർത്തവ്യം. ഇവിടെ ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഇവിടെ നടന്നു. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. കൂട്ടായ്മയിലൂടെയാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒത്തൊരുമയുടെ ആവശ്യം നമ്മുടെ ചീഫ് ഗസ്റ്റ് പറഞ്ഞു. നമ്മുടെ ഒരു സമൂഹത്തിലൂടെയാണ് നമുക്ക് വളർച്ച നേടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളും അതുപോലെയുള്ള ആചാരങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. ഇത് ഇനിയും ഇതുപോലെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും ഇതുപോലെ നമ്മുടെ കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം. ഇതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മറ്റുള്ള സമുദായങ്ങളിൽ നിന്നും മറ്റുള്ള സംഘടനകളിൽ നിന്നും ഇവിടെ നമ്മുടെ ക്ഷണിതാക്കളായി പലരും വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും എൻ്റെ വലിയൊരു നമസ്കാരം. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരെ നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേർന്നതിൽ നിന്ന്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടുകൂടി
ഇതോടുകൂടി നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം ഇവിടെ കൾച്ചറൽ മീറ്റിംഗ് ഇവിടെ വൈൻഡിങ് അപ്പ് ആവാണ്. ഇതിന് ശേഷവും നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ പ്രോത്സാഹനം ചെയ്യാനായിട്ട് ഇവിടെ വേണം. ആരും പോവരുത്. ഇതിനിടയിൽ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ലഞ്ചിന് വേണ്ടി കുറച്ച് ആൾക്കാരാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വേണമെന്ന് തന്നെ അപേക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയംഗമായ ആശംസകൾ ഈ പ്രോഗ്രാമിനും ഈ സംഘടനയ്ക്കും അതുപോലെ ഇവിടെ എത്തിയ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അർപ്പിക്കുന്നു. താങ്ക് യു ടു ഓൾ. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. പിന്നെ നമ്മുടെ പ്രോഗ്രാമിനായി ഈ സ്കൂൾ അനുവദിച്ച സ്കൂൾ മാനേജ്മെന്റിനും എൻ്റെ അകമഴിഞ്ഞ നന്ദി പ്രകാശിക്കുന്നു. പിന്നെ നമ്മൾക്കായി ഭക്ഷണം ഒരുക്കിയ ഒരു ടീമുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെയും കമ്മിറ്റിയുടെയും പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഈ കുടുംബസംഗമം ഒരു ചെറിയ വിജയമായി പര്യവസാനിച്ചിരിക്കുന്നില്ല. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കും.